بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان بسم الله ما لم يشأ لم يكن لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الرحمن الرحيم نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين يا رب العالمين സമാദരണീയരായ സാദാത്തുക്കൾ, ആദരണീയരായ പണ്ഡിതന്മാരും സുന്നി യുവജന സംഘം സ്റ്റേറ്റ് സെക്രട്ടറി മജീദ് സാഹിബ് അവറുകൾ, സഅദി ഉസ്താദ്, മറ്റു ആലിമീങ്ങൾ, സംഘടനാ നേതാക്കൾ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കളെ, അഹ്ലുസുന്നത്തി വൽ ജമാഅ അഥവാ പരിശുദ്ധമായ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ആശയങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് കേരളത്തിലെ എല്ലാ ജില്ലകളിലും സുന്നി യുവജന സംഘം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ സമ്മേളനത്തിന്റെ ഭാഗമാണ് നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. പരിശുദ്ധമായ ഇസ്ലാം ഭൗതികമായ ലോകത്തെ പ്രസക്തമായ ജീവിതത്തിന്റെ ഉടമകളായ മനുഷ്യവർഗത്തെ, ആ മനുഷ്യരിൽ ജന്മനാൽ കുടികൊള്ളുന്ന മൃഗീയമായ വാസനകളെ അടക്കിയിരുത്തി അവനിലുള്ള മാനുഷിക നന്മകളെയും സദാചാര ചിന്തകളെയും പരിപോഷിപ്പിച്ചുകൊണ്ട് സമാധാനിയും സൽവൃത്തനുമായി ലോകത്ത് സൃഷ്ടിച്ചെടുക്കുക എന്ന മഹത്തായ ദൗത്യം നിർവഹിക്കുന്ന പ്രസ്ഥാനമാണ്. ലോകത്തെ മറ്റു ചിന്തകളിൽ നിന്നും തത്വങ്ങളിൽ നിന്നും മതങ്ങളിൽ നിന്നും ഭിന്നമായി പരിശുദ്ധമായ ഇസ്ലാം അച്ചടക്കമുള്ള ഒരു ജനതയെ, സമാധാനികരകളായ സമൂഹത്തെ ലോകത്ത് സൃഷ്ടിച്ചെടുക്കുമ്പോൾ ആ വിശ്വാസധാരയിലേക്ക് കടന്നുവരാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിക്കുക എന്നത് ഭൗതികമായ ലോകത്തെ മനുഷ്യവർഗത്തിന് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഒരടിമക്ക് അല്ലാഹു അനേകായിരം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും വിലമതിക്കാനാവാത്തതും അല്ലാഹു തആല മനുഷ്യന് നൽകിയ ഹിദായത്താണ്. ആ ഹിദായത്തിലേക്ക്, ആ സമാധാനത്തിന്റെ വഴിയിലേക്ക് മാനവജനതയെ കൊണ്ടുവരാൻ അല്ലാഹു ഈ ഭൗതികമായ ലോകത്ത് ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പരലക്ഷം വരുന്ന അമ്പിയാക്കളെ അല്ലാഹു അതിനുവേണ്ടി ലോകത്തേക്ക് നിയോഗിക്കുകയാണ്. ആ അമ്പിയാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ടവർ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും വലിയ വിശേഷണത്തിൽ ഒന്ന്, അള്ളാഹുവിന്റെ ഹബീബ് ഹിദായതരായി കടന്നുവന്ന അമ്പിയാക്കളുടെ ഖത്മ് നിർവഹിക്കാൻ, അതിന്റെ പര്യവസാനം കുറിക്കാൻ സാധിച്ചു എന്നതാണ്. ആ ഹബീബിലേക്ക്, അതുപോലെയുള്ള പ്രവാചകന്മാരിലേക്ക് ആ ഹിദായത്ത് പഠിപ്പിക്കാനും ആ ഹിദായത്തിന്റെ വഴിയടയാളം വിശദീകരിച്ചു കൊടുക്കാനും അള്ളാഹു വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കുകയാണ്. ആ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദഗ്രന്ഥം അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിന്റെ പ്രത്യേകത, അള്ളാഹുവിന്റെ ആ വിശുദ്ധമായ ഖുർആൻ ലോകത്ത് അവതീർണമായതോടുകൂടെ അതിന്റെ മുമ്പ് വിവിധങ്ങളായ ഘട്ടങ്ങളിൽ അമ്പിയാക്കളിലേക്ക് അവതീർണമായ വേദഗ്രന്ഥങ്ങളുടെ മുഴുവനും പ്രസക്തി ഇല്ലായ്മ ചെയ്തുകൊണ്ട് ലോകാന്ത്യം വരെ വരുന്ന ജനതക്ക് ഹിദായത്തിന്റെയും സമാധാനത്തിന്റെയും സന്മാർഗങ്ങൾ കൃത്യമായും സമ്പൂർണമായും പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിച്ചു കൊടുക്കുകയാണ്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ
പരിശുദ്ധമായ ഖുർആനിന്റെ പവർ, ആ ഖുർആൻ ഹിദായത്തിന്റെ സമ്പൂർണതയാണ്. ആ ഖുർആൻ ഹിദായത്തിന്റെ ട്രാൻസ്ഫോമറാണ്. ആ ഖുർആൻ ഹിദായത്തിന്റെ വിഭവ കേന്ദ്രമാണ്. അങ്ങനെയുള്ള പരിശുദ്ധമായ ഖുർആൻ ഹിദായത്തിന്റെ വെളിച്ചം ലോകത്തിന് നൽകുകയാണ്. ആ പരിശുദ്ധമായ ഹിദായത്തിന്റെ വെളിച്ചം വിശുദ്ധമായ ഖുർആനിൽ നിന്ന് പ്രസരണം ചെയ്യപ്പെടുമ്പോൾ ആ ഹിദായത്തിന്റെ വെളിച്ചം സ്വീകരിച്ച് സന്മാർഗവും സമാധാനവും സ്വയത്തമാക്കിയ ധാരാളം സൗഭാഗ്യവാന്മാർ ലോകത്തുണ്ട്. എന്നാൽ ധാരാളം ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം പകർന്ന പരിശുദ്ധ ഖുർആൻ ഹിദായത്തിന്റെ ട്രാൻസ്ഫോമറാണെന്ന് അതിനെ പരിചയപ്പെടുത്തിയിരിക്കെ അതേ ഖുർആനിനെ സംബന്ധിച്ച് നടത്തുന്ന മറ്റൊരു പരാമർശമുണ്ട്. യുളില്ലു ബിഹി കസീറൻ വയഹ്ദി ബിഹി കസീറാ. ആ ഖുർആൻ ധാരാളം ആളുകൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം നൽകുമ്പോൾ, സന്മാർഗത്തിന്റെ വഴി തെളിയിച്ചു കൊടുക്കുമ്പോൾ, അതേ വിശുദ്ധമായ ഖുർആൻ ധാരാളം ആളുകൾക്ക് വഴികേടായി മാറുകയാണ്. ധാരാളം ആളുകൾക്ക് അത് ഹിദായത്ത് നഷ്ടപ്പെടാൻ കാരണമാവുകയാണ്. ഖുർആൻ ഹിദായത്തിനും വലാലത്തിനും കാരണമാകുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ കയ്യിലുള്ള വാട്സപ്പും ഫേസ്ബുക്കും പോലെ പരിശുദ്ധമായ ഖുർആൻ നന്മകളും തിന്മകളും സമ്മിശ്രമായി അവതരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ വിളിച്ചു പറയപ്പെടുന്ന ഒരു സംവിധാനമാണ് എന്നതല്ല. എങ്ങനെയാണ് പരിശുദ്ധമായ ഖുർആൻ ഹിദായത്തിന്റെ വഴിയാകുന്നത്? എങ്ങനെയാണ് ഖുർആൻ ഹിദായത്തിന് വലാലത്തിന് കാരണമാകുന്നത്? ആ ഖുർആനിനോടൊരാൾ ചെയ്യുന്ന സമീപന രീതികളിലെ വ്യത്യസ്തതയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ കറുത്ത പറമ്പിന്റെ പരിസരങ്ങളിലെ വീടുകളിലേക്ക് വൈദ്യുതിയെ വെളിച്ചമായി പകർന്നു നൽകുന്ന നമ്മുടെ പരിസരത്തെ ട്രാൻസ്ഫോമർ, ആ ട്രാൻസ്ഫോമർ ഈ പ്രദേശത്തെ എല്ലാ ആളുകൾക്കും ഉപകാരപ്രദമാണ്. എന്നാൽ ആ ട്രാൻസ്ഫോമർ ഈ നാട്ടുകാർക്ക് ഉപകാരപ്രദമാകുന്നത് ആ ട്രാൻസ്ഫോമറിൽ ലഭ്യമായ വൈദ്യുതിയെ പ്രത്യേകമായ ചാനലിലൂടെ, പ്രത്യേകമായ സംവിധാനങ്ങളിലൂടെ ആ വൈദ്യുതിയെ ഓരോ വ്യക്തിക്കും പരിമിതപ്പെടുത്തിയും പാകപ്പെടുത്തിയും ലഭ്യമാകുമ്പോഴാണ്. അതിന് നിശ്ചയിക്കപ്പെട്ട നിർണയിക്കപ്പെട്ട ചാനലുകളിലൂടെ ആ ട്രാൻസ്ഫോമറിനെ സമീപിക്കുമ്പോഴാണ് ആ ട്രാൻസ്ഫോമർ ഓരോ വ്യക്തിക്കും ഉപകാരപ്രദമാകുന്നത്. ഇതുപോലെ വിശുദ്ധമായ ഖുർആനാകുന്ന ഹിദായത്തിന്റെ ട്രാൻസ്ഫോമർ, ആ ട്രാൻസ്ഫോമർ ആളുകൾക്ക് വെളിച്ചം നൽകുന്നത്, ആളുകൾക്ക് ഹിദായത്ത് പ്രസരണം ചെയ്യുന്നത്, സഹോദരങ്ങളെ, അതിന് നിശ്ചയിക്കപ്പെട്ട പ്രത്യേകമായ ചാനലിലൂടെയാണ്. ഏതാണ് പരിശുദ്ധമായ ഖുർആൻ ഹിദായത്ത് പ്രസരണം ചെയ്യുന്ന ചാനൽ? അത് സഹോദരന്മാരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കുമ്പോൾ ഇന്ന് നമ്മുടെയൊക്കെ നാടുകളിൽ ഖുർആനിന്റെ പരിഭാഷകളെ മൊത്തമായും ചില്ലറയായും അടുക്കള കയറി വിതരണം ചെയ്തുകൊണ്ട് ഇതാണ് ഖുർആൻ എന്ന് വിശദീകരിച്ചു കൊടുത്ത് ആളുകളെ വഴിതെറ്റിക്കുന്ന പ്രവണത നമ്മൾ കാണുകയാണ്. ഈ ഖുർആൻ പരിഭാഷ എന്ന പേരിൽ തന്റെ കൈകളിലേക്ക് നൽകപ്പെടുന്ന ഈ ഗ്രന്ഥം ഖുർആനിന്റെ അഡ്രസ് ചേർത്തിവെച്ച് ഏതോ ഒരു മൗലവിയുടെ തലച്ചോറിൽ നിന്ന് രൂപപ്പെട്ടുവന്ന തിയറികളും ചിന്തകളുമാണ് എന്ന തിരിച്ചറിവ് ഒരു വ്യക്തിക്ക് നഷ്ടപ്പെടുമ്പോഴാണ് ആ ഖുർആൻ പരിഭാഷ അവന് അപകടകാരിയായി മാറുന്നത്. സഹോദരങ്ങളെ, എങ്കിൽ ഖുർആൻ പരിഭാഷ വിതരണം ചെയ്ത് ആളുകൾക്ക് ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ശൈലി അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഖുർആൻ അവതരണത്തിലുണ്ടായില്ല. നമുക്കറിയാം, അറബി ഭാഷ നന്നായി അറിയുന്ന, ആ ഭാഷയിൽ വലിയ കഴിവുകളുള്ള ഒരു ജനതയിലേക്കാണ് അല്ലാഹു തആല ഖുർആൻ അവതരിപ്പിക്കുന്നത്. ആ ഖുർആൻ അല്ലാഹു തആല അവതരിപ്പിക്കുമ്പോൾ ആ അറബി ഭാഷയിലുള്ള ഗ്രന്ഥം ഇന്ന് കാണുന്ന ഗ്രന്ഥീകൃത സ്വഭാവത്തിൽ അള്ളാഹുവിന്റെ ഹബീബിന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും അവിടുന്ന് അത് അറബികൾക്ക് അനായാസകരമായി വായിച്ച് തിരിച്ചറിവ് നേടി ഇസ്ലാം സ്വീകരിക്കാൻ പാകപ്പെടുന്ന രൂപത്തിൽ ആ ഖുർആനിക കോപ്പികൾ വിതരണം ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിൽ ആ പ്രബോധനം വളരെ എളുപ്പമാകുമായിരുന്നു. എന്നാൽ അല്ലാഹു തആല സ്വീകരിച്ച സമീപനം എന്താണ്? വഅൻസൽനാ ഇലൈക ദിക്ർ. നബിയെ, ഈ ഖുർആൻ അങ്ങയിലേക്ക് ഒരായത്തുകളായി, രണ്ടായത്തുകളായി, രണ്ടിലധികം ആയത്തുകളായി അവസരവും സന്ദർഭങ്ങളും സാഹചര്യങ്ങളും പരിഗണിച്ച് അങ്ങയിലേക്ക് അവതരിപ്പിക്കപ്പെടാനുള്ള കാരണമെന്താണ്? ലിതുബയ്യിന ലിന്നാസി മാ നുസ്സില ഇലൈഹിം. അങ്ങയിലേക്ക്
അവതരിപ്പിക്കപ്പെടുന്ന ഈ ഖുർആൻ അറബി ഭാഷയിലുള്ള ഖുർആൻ അറബി ഭാഷ അറിയുന്ന ജനതയിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ട് പോലും അല്ലാഹു തആല പറയുകയാണ്, അറബി ഭാഷയിലെ ഖുർആൻ അറബികളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിട്ട് പോലും സഹോദരന്മാരെ അള്ളാന്റെ ഹബീബ് അർത്ഥം വെച്ചു കൊടുക്കാതെ ആ ഖുർആനിക ആയത്തുകൾ ജനങ്ങൾക്കറിയുകയില്ല. ഭാഷയുടെ പിൻബലത്തിൽ ലഭ്യമാകുന്ന ആശയങ്ങളല്ല ഖുർആനിലുള്ളത്. ഭാഷ കൊണ്ട് തന്നെ അറിയില്ലെങ്കിൽ പരിഭാഷ കൊണ്ട് ഖുർആനിന്റെ ഏഴകലത്തെത്തുകയില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. ഇരിക്കട്ടെ, അള്ളാഹുവിന്റെ ഹബീബിലൂടെ ഖുർആൻ സ്വീകരിക്കണം, അഥവാ ഹദീസുകളുടെ ഭാഗത്തേക്ക് ഖുർആനിനെ ചേർത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശകലനങ്ങളിലൂടെയും വചനപ്പൊരുളുകളിലൂടെയും ഖുർആനിനെ സമീപിക്കുമ്പോഴാണ് ആ ഖുർആൻ നമുക്ക് ഹിദായത്തിന്റെ വഴിയായി മാറുന്നത്. കേരളത്തിലെ സുന്നത്ത് ജമാഅത്തല്ലാത്ത ലോകത്തുള്ള മുഴുവൻ അസുന്നികളുടെയും ആദർശം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ അവർക്ക് കാലിടറിയത് പരിശുദ്ധമായ ഖുർആനിനെ ആ ഖുർആനിലേക്ക് കടന്നു ചെല്ലേണ്ട ചാനലുകളെ വെട്ടിമാറ്റിക്കൊണ്ട് ഖുർആനിലേക്ക് കടന്നുപോയതിന്റെ അബദ്ധങ്ങളാണ്. ആ അബദ്ധങ്ങള് ഈ സമുദായത്തിലേക്ക് ആളുകൾ കൊണ്ടുവന്നത് അച്ചടക്കമുള്ള ഈ സമുദായത്തെ ലോകത്തിന്റെ മുന്നിൽ അച്ചടക്കവും സൗഹൃദവും കാണിച്ചു കൊടുത്ത് ലോകത്തെ ആകർഷിച്ച ഇസ്ലാമിനെ കക്ഷിത്വങ്ങളിലേക്കും കലഹങ്ങളിലേക്കും കൊണ്ടുപോകാൻ ഈ കൽപ്പന കക്ഷികൾ കൊണ്ടുവന്ന പദ്ധതിയാണ് ചാനലുകളെ വെട്ടിമാറ്റിയിട്ട് ഖുർആനിനെ സമീപിക്കുക എന്നത്. ഈ പ്രവണത ചരിത്രത്തിൽ ആദ്യമായി ആരംഭിക്കുന്നത് സയ്യിദുനാ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു തആല അൻഹുവും മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനും ഇടയിൽ മുനാഫിക്കീങ്ങളായ കക്ഷികൾ വിശ്വാസികൾക്കിടയിലേക്ക് കടന്നുകയറി ഉണ്ടാക്കിയ തെറ്റുദ്ധാരണകളുടെ ഫലത്തിൽ മനസ്സകന്നുപോയ ആ സ്വഹാബിമാര് രണ്ട് ഗ്രൂപ്പുകളായി ചേരിതിരിയുമ്പോൾ ആ ചേരിതിരിവിന്റെ പ്രത്യാഘാതങ്ങൾ ഈ സമുദായത്തെ കനത്ത ആഘാതത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്ന സാഹചര്യം വന്നപ്പോൾ സമുദായത്തിലെ പക്വമതികളായ സ്വഹാബിമാർ രംഗപ്രവേശനം ചെയ്തുകൊണ്ട് നമ്മൾ മസ്ലഹത്തിന്റെ വഴി തേടണം, നമ്മൾ സംയമനത്തിന്റെയും യോജിപ്പിന്റെയും വഴി തേടണം എന്നാഹ്വാനം ചെയ്തുകൊണ്ട് കടന്നു വന്നപ്പോൾ വിശുദ്ധമായ ഖുർആനിനെ സ്വഹാബിമാർ പരിഗണിച്ചുകൊണ്ടും വിശകലനം ചെയ്തുകൊണ്ടും ഇസ്ലാമിന് ഗുണകരമായ ഒരു സമീപനധാരയിലേക്ക് മുസ്ലിമീങ്ങളെ ഏകോപിപ്പിക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ സഹോദരങ്ങളെ അവർ പറഞ്ഞത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, മതവിധി പറയേണ്ടത് ഖുർആനാണ്. ആ ഖുർആൻ വെച്ചുകൊണ്ടല്ലാതെ മതവിധിയും മസ്ലഹത്തുകളും അതുപോലെ യോജിപ്പുകളും പാടില്ല എന്ന് പറഞ്ഞ് വിശുദ്ധ ഖുർആനിനെ അതിന്റെ ചാനലുകളിൽ നിന്ന് അടർത്തി മാറ്റി സമുദായത്തിലെ തെറ്റുധാരണാജനകമായി രൂപപ്പെട്ട കക്ഷിത്വങ്ങളെയും തർക്കങ്ങളെയും സമുദായത്തിൽ സംരക്ഷിച്ച് നിലനിർത്തിക്കൊണ്ടുപോകാൻ ആ കക്ഷികൾ കൊണ്ടുവന്നതാണ് ഈ ഒരു ആശയത്തിന്റെ സ്രോതസ്. ആ കക്ഷികൾക്ക് ചരിത്രം നൽകുന്ന പേര് ഖവാരിജുകൾ എന്നാണ്. ആ ഖവാരിജുകൾ ആ ഒരാശയവുമായി രംഗപ്രവേശനം ചെയ്യാനുള്ള കാരണം എന്താണ്? സഹോദരങ്ങളെ, ഇന്ന് കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രബല ഗ്രൂപ്പുകളിൽ ഏറ്റവും അവസാനത്തെ ഗ്രൂപ്പായ ജിന്ന് മുജാഹിദ് എന്ന് പറയുന്ന വിഭാഗം, ആ വിഭാഗത്തിലെ ഫളലുൽ ഹഖ് ഉമരി എഴുതുന്നത് എന്തുകൊണ്ടാണ് ഈ ഖവാരിജുകൾ വിശുദ്ധമായ ഖുർആനിനെ ചാനലുകളിൽ നിന്ന് വെട്ടിമാറ്റിയതിന്റെ ന്യായം അയാൾ പറയുന്നത് നന്മയും തിന്മയും മനസ്സിലാക്കാൻ പ്രമാണത്തിന്റെ ആവശ്യമില്ല. ബുദ്ധിക്ക് എന്താണോ നന്മയായി തോന്നുന്നത് അതാണ് മതം എന്നതായിരുന്നു ഖവാരിജുകളുടെ ആശയം. നന്മയും തിന്മയും തീരുമാനിക്കേണ്ടത് പ്രമാണങ്ങളല്ല, നന്മയും തിന്മയും തീരുമാനിക്കേണ്ടത് ഹദീസുകളല്ല, നന്മകളെയും തിന്മകളെയും തീരുമാനിക്കേണ്ടത് സ്വന്തം ബുദ്ധികളാണ് എന്ന തിരിച്ചറിവായിരുന്നു അവർക്കുണ്ടായിരുന്നത്. സഹോദരങ്ങളെ, കേരളത്തിലെ സകല വഹാബി പ്രസ്ഥാനങ്ങളുടെയും നിലപാടുകളും നയങ്ങളും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ ഈ ഖവാരിജുകളുടെ നയനിലപാടുകളോടും ശൈലികളോടും സാമ്യത തോന്നുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ ഇസ്ലാം കൊണ്ടുവന്ന സ്വഹാബ ഈ രാജ്യത്ത് നിർമ്മിച്ച 10-ലധികം വരുന്ന പള്ളികളിൽ പ്രമാണബന്ധിതമായ ആരാധന രീതികളെ പ്രായോഗികമായി പരിശീലിപ്പിച്ചവർ ആ പള്ളികളിലെവിടെയും പ്രാദേശികമായ ഭാഷയിലേക്ക് വെള്ളിയാഴ്ചയിലെ ഖുതുബയെ പരിവർത്തനം ചെയ്യിപ്പിച്ചില്ല. അവരെന്നു മാത്രമല്ല, പഴയകാല മുജാഹിദ് നേതാവായ KM മൗലവി ഖുതുബ മലയാളത്തിലാക്കാൻ വേണ്ടി എഴുതിയ ഖുതുബ പരിഭാഷയുടെ
വിശകലനം ചെയ്തുകൊണ്ട് എഴുതിയ പുസ്തകം. ആ പുസ്തകത്തിലും അയാൾ അറിഞ്ഞോ അറിയാതെയോ എഴുതിപ്പോയത് കഴിഞ്ഞ 4 നൂറ്റാണ്ടുകളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇസ്ലാമിക പ്രബോധനത്തിന് പോയ സ്വഹാബിമാരോ 4 നൂറ്റാണ്ട് കാലങ്ങളിൽ അവരുടെ പിന്തലമുറയോ ലോകത്തെവിടെയും വെള്ളിയാഴ്ചയിലെ ഖുത്ബയെ പ്രാദേശിക ഭാഷയിലേക്ക് പാകപ്പെടുത്തിയില്ല എന്ന് കെ.എം. മൗലവിയും തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് സ്വഹാബികൾ അത് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ, സഹോദരന്മാരെ, പ്രമാണങ്ങളിൽ അതിന് പിൻബലമില്ല എന്നതാണ്. വിശുദ്ധമായ ഖുർആനിനെ പ്രായോഗികമായി വിശകലനം ചെയ്ത് പഠിപ്പിച്ച ഈ ചാനലുകളിൽ അങ്ങനെ ഒരു കാര്യമില്ലാത്തതുകൊണ്ട് അവർ ആ ഒരു നിലപാടിൽ നിന്നപ്പോൾ കേരളത്തിലെ ലോകത്തെ തന്നെ വിധേയ കക്ഷികൾ സ്വീകരിക്കുന്ന മാനദണ്ഡങ്ങളെ അടർത്തിയെടുത്ത് കേരളീയ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിയും അടക്കമുള്ള കക്ഷികൾ ഖുത്ബ പ്രസംഗമാണ്, പ്രസംഗം തിരിയേണ്ടതാണ്, തിരിയണമെങ്കിൽ മലയാളം ആവശ്യമാണ് എന്ന നിലപാടിലെത്തിയത് പ്രമാണത്തിൽ നിന്നായിരുന്നില്ല. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള മാനദണ്ഡം ബുദ്ധിയാണ് എന്ന ഖവാരിജുകളുടെ നിലപാടിൽ നിന്നാണ്. ആ ഖവാരിജുകളുടെ അതേ ശൈലി സ്വീകരിച്ച് വിശുദ്ധമായ ഖുർആനിനെ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് അടർത്തിയെടുത്ത് ചാനലിൽ നിന്ന് വെട്ടിമാറ്റി അവതരിപ്പിക്കാൻ ശ്രമിച്ച മറ്റൊരു കക്ഷിയാണ് മുഅ്തസിലികൾ. ആ മുഅ്തസിലികളെ സംബന്ധിച്ചിടത്തോളം സഹോദരന്മാരെ, ഖവാരിജുകൾക്ക് ഒരു രാഷ്ട്രീയപരമായ ലൈന് കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ മുഅ്തസിലികള് ബുദ്ധിജീവികളായി രംഗപ്രവേശനം ചെയ്യാൻ ശ്രമിച്ച കക്ഷികളാണ്. അവരും ലോകത്ത് അവതരിപ്പിച്ച വാദം സഹോദരന്മാരെ ബുദ്ധിയെ മാനദണ്ഡമാക്കണമെന്നതാണ്. ആദ്യം ഒരു മതവിധി കണ്ടെത്തുക. കേരളത്തിലെ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ചെയ്യുന്നത് പോലെ മീറ്റിംഗ് കൂടിയിട്ട് ആദ്യം ഒരു മതവിധി കണ്ടെത്തുക. അങ്ങനെ യോഗത്തിൽ നിന്ന് രൂപപ്പെട്ടു വന്ന മതവിധിക്ക്, അവർ ഉണ്ടാക്കിയെടുത്ത മതവിധിക്ക് തെളിവുകൾ അന്വേഷിച്ച് പ്രമാണങ്ങളിലേക്ക് പോവുക. അങ്ങനെ പ്രമാണങ്ങളിൽ തെളിവുകളില്ലെങ്കിൽ ഉള്ള തെളിവുകളെ വെട്ടിമാറ്റിയും അനവസരത്തിൽ നിന്ന് അടർത്തിയെടുത്തും തെളിവുകളായി വിവരമില്ലാത്ത സാധാരണക്കാരുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഈ ശൈലി കേരളത്തിലെ വഹാബികൾ അവതരിപ്പിക്കുന്നത് പോലെ ഖവാരിജുകളും മുഅ്തസിലികളും ലോകത്ത് അവതരിപ്പിച്ചതാണ്. പക്ഷേ അന്നത്തെ കാലത്ത് സഹോദരന്മാരെ, അത്തരം മതാന്തര കക്ഷികളെ അന്നത്തെ ആദർശ പടയാളികളായ പണ്ഡിതന്മാരുടെ പ്രതിരോധം കൊണ്ട് അത്തരം കക്ഷികളൊക്കെ തകർന്നടിയുകയാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞ ഫദ്ലുൽ ഹഖ് ഉമരി അയാളുടെ പുസ്തകത്തിൽ എഴുതുകയാണ്. അദ്ദേഹം പറയുന്നു, അങ്ങനെ ബുദ്ധിയെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് നന്മയും തിന്മയും സ്വീകരിക്കാനും നിർണയിക്കാനും പ്രമാണങ്ങളെ മാറ്റിയിട്ട് ബുദ്ധിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെ എന്നതിന്റെ 1-2 അടയാളങ്ങൾ അയാൾ രേഖപ്പെടുത്തുകയാണ്. ജിന്ന് ബാധ, സിഹ്ർ ബാധ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹ്റുൽ ഹജം ആളുകളെ കൊണ്ടുള്ള നിലപാടുകളും മാത്രം മുഅ്തസിലികൾ മാത്രമാണ്. മുഅ്തസില എന്ന വിധം ഇന്ന് നിലവിലില്ലെങ്കിലും അവർ വിട്ടേച്ചു പോയ ആശയങ്ങൾ മുൻപിൻ നോക്കാതെ പേറി നടക്കുന്ന അഖലാനികൾ അഥവാ മതയുക്തിവാദികൾ ഇന്ന് മലയാള മണ്ണിന് ഇഷ്ടം പോലെയുണ്ട്. മലയാള മണ്ണില് മുഅ്തസിലികളുടെയും ഖവാരിജുകളുടെയും പിന്തലമുറക്കാരുണ്ട് എന്ന് ഇദ്ദേഹം രേഖപ്പെടുത്തുമ്പോ മലയാള മണ്ണിലെ ഖവാരിജുകളിലേക്ക് ഇറങ്ങിപ്പോകുന്നതിന്റെ മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ. മുഅ്തസിലികളും ഖവാരിജുകളും റാഫിളുകളും അടക്കമുള്ള ധാരാളം കക്ഷികളെ പൗരാണിക പണ്ഡിതന്മാർ പ്രതിരോധിച്ച് പരാജയപ്പെടുത്തിയെങ്കിൽ പിന്നീട് എങ്ങനെയാണ് അത്തരം കക്ഷികളുടെ ആശയങ്ങൾ ഈ സമുദായത്തിൽ നിലനിന്നത് എന്ന് പരിശോധിച്ചിട്ട് വേണം മലയാള മണ്ണിലേക്ക് ഈ അക്കലാനികൾ കടന്നു വന്നതിന്റെ വഴി അന്വേഷിക്കാൻ. സഹോദരങ്ങളെ, അതേ ഫദ്ലുൽ ഹഖ് ഉമരി തന്നെ അതിന്റെ കാര്യം പറയുന്നുണ്ട്. ഇങ്ങനെ ചരിത്രത്തിന്റെ പുറമ്പോക്കിലെറിയപ്പെട്ട കക്ഷികളുടെ ആശയങ്ങൾ പിന്നെങ്ങനെയാണ് സമുദായത്തിൽ നിലനിർത്തപ്പെട്ടത്? അതിന്റെ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടത് കുരിശു പടയാളികളിൽ നിന്നാണ്. സൈനികമായി
ഇസ്ലാമിക സമൂഹത്തിലേക്ക് കയറി വന്ന് ആ സമുദായത്തിന്റെ സംസ്കാരവും ആശയങ്ങളും തകർത്തെറിയാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ കുരിശുപടയാളികൾ അവരെന്തു ചെയ്തു? ഇസ്ലാമിക സമുദായത്തിന്റെ അഡ്രസ് സ്വീകരിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അവർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി. 1920കളിൽ KM മൗലവിയുടെ അനാഥാലയങ്ങളിലൂടെ KM മൗലവി പഠിപ്പിച്ച പരിപാടി, അത്തരം ഒരു ശൈലി ഓറിയന്റലിസ്റ്റുകൾ, കുരിശുപടയാളികൾ മുസ്ലിം സമുദായത്തിൽ പരീക്ഷിക്കുകയാണ്. അങ്ങനെ പരീക്ഷിച്ചുകൊണ്ട് മുസ്ലിമീങ്ങൾക്ക് വേണ്ടി കലാലയങ്ങൾ ഉണ്ടാക്കി. ആ കലാലയങ്ങളിലേക്ക് ആവശ്യമായ വിദ്യാഭ്യാസ കരിക്കുലങ്ങളും അവരുണ്ടാക്കി. ആ വിദ്യാഭ്യാസ കരിക്കുലങ്ങളിൽ മതയുക്തിവാദത്തിൽ അധിഷ്ഠിതമായ ചിന്തകളെ ഇസ്ലാമിന്റെ പേരിൽ ഇവർ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല സഹോദരങ്ങളെ, മുസ്ലിം സമുദായത്തിലെ പല ആശയങ്ങളിലും അവർ സംശയങ്ങളുണ്ടാക്കി. അങ്ങനെ അവരുടെ കലാലയങ്ങളിൽ നിന്ന് ഓറിയന്റലിസ്റ്റുകളുടെ ചിന്താ സന്ദേശങ്ങൾക്ക് വിധേയപ്പെട്ട ഒരുപാട് ബുദ്ധികളെ ഇസ്ലാമിന്റെ അകത്ത് തിരികെ കയറ്റാൻ കുരിശുപടയാളികൾക്ക് സാധിക്കുകയാണ്. എന്നിട്ട് ഫദലുലൊക്കെ ഉമരി പറയുകയാണ്, അങ്ങനെ ഓറിയന്റലിസ്റ്റുകളും കുരിശുപടയാളികളും പഴയകാല പുത്തൻവാദികളുടെ ആശയങ്ങളെ കൊണ്ടുവന്ന് ഇസ്ലാമിനെ സാംസ്കാരികമായി തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കലാലയങ്ങളിൽ നിന്ന് പഠിച്ചു വന്ന അക്കലാനികൾ ആരാണ്? ലോകതലത്തിലെ മതയുക്തിവാദികൾ ആരാണ്? അയാൾ പറയുന്നു, ഈ നിലക്ക് വളർന്നു വന്നവരിൽ പ്രധാനികളായിരുന്നു മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന വ്യക്തി. മുഹമ്മദ് അബ്ദു എന്ന് പറയുന്ന വ്യക്തി കുരിശുപടയാളികൾ മുഅ്തസിലികളുടെയും റാഫിളുകളുടെയും മതയുക്തി ചിന്തകളെ ഇസ്ലാമിൽ കൊണ്ടുവന്ന് ഇസ്ലാമിനെ സാംസ്കാരികമായി തകർക്കാൻ ഓറിയന്റലിസ്റ്റുകൾ രൂപപ്പെടുത്തിയ കലാലയമുറ്റങ്ങളിലെ സന്തതികളിൽ ഒരാൾ മുഹമ്മദ് അബ്ദുവാണ്. ആ മുഹമ്മദ് അബ്ദുവിനെ വിശകലനം ചെയ്തിട്ട് വേണം മലയാള മണ്ണിലെ അക്കലാനികളിലേക്ക് പോകാൻ. ആരാണ് സഹോദരന്മാരെ കേരളത്തിലെ മതയുക്തിവാദികൾ? ആ മതയുക്തിവാദികളെ കുറിച്ചറിയണമെങ്കിൽ ഈ ഡോക്ടർ E.K. അഹമ്മദ് കുട്ടി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി എഴുതിയ പുസ്തകം, ആ പുസ്തകത്തിൽ അയാൾ വക്കം മൗലവിയെക്കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഈജിപ്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന സുപ്രസിദ്ധമായ അറബി മാസികയായ അൽമനാറിലൂടെയാണ് സയ്യിദ് ജമാലുദ്ദീൻ അൽ അഫ്ഗാനി, ഷെയ്ഖ് മുഹമ്മദ് അബ്ദു, സയ്യിദ് റഷീദ് ഹിള തുടങ്ങിയ പരിഷ്കർത്താക്കളുടെ ഇസ്ലാമിക നവോത്ഥാനപരമായ ചിന്തകളുമായി പരിചയപ്പെടാൻ വക്കം മൗലവിക്ക് കഴിഞ്ഞത്. കുരിശുപടയാളികളും ഓറിയന്റലിസ്റ്റുകളും രൂപപ്പെടുത്തിയ കലാലയങ്ങളിൽ നിന്ന് പുറത്തുവന്ന മുഹമ്മദ് അബ്ദുവും റഷീദ് ഹിളയും അതുപോലെ ജമാലുദ്ദീൻ അഫ്ഗാനിയും അടക്കമുള്ള സന്തതികൾ, ആ സന്തതികൾ പ്രസിദ്ധീകരിച്ചിരുന്ന തഫ്സീറുൽ മനാറിലൂടെയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വക്കം മൗലവിയുടെ ചിന്തകളെയും ആശയങ്ങളെയും രൂപപ്പെടുത്തിയത് എന്ന് മുജാഹിദ് മൗലവി രേഖപ്പെടുത്തുകയാണ്. എന്നിട്ട് അയാൾ പറയുകയാണ്, അതിന്റെ ഭാഗമായി വക്കം മൗലവിയിലുണ്ടായ മാറ്റം. വക്കം മൗലവി മുഹമ്മദ് അബ്ദുവും റഷീദ് ഹിളയും മൗലവിയെ സ്വാധീനിച്ചപ്പോ വക്കം മൗലവിയിലുണ്ടായ മാറ്റങ്ങൾ അഹമ്മദ് കുട്ടി രേഖപ്പെടുത്തുകയാണ്. എന്തായിരുന്നു ആ മാറ്റങ്ങൾ? ഒന്ന്, തഖ്ലീദ് നിഷേധം. മഹാന്മാരായ ഇമാമീങ്ങളെ വിവരത്തെ അംഗീകരിച്ചും അവരുടെ മതനിലപാടുകൾക്ക് വിധേയപ്പെട്ടും ജീവിച്ച മുസ്ലിമീങ്ങൾ, ഹിജ്റ 3 നൂറ്റാണ്ടുകളിൽ ജീവിച്ച മുസ്ലിമീങ്ങള് സ്വഹാബിമാരുടെയും അതുപോലെ തന്നെ 4 മദ്ഹബിന്റെ ഇമാമുമാരുടെയും മതനേതൃത്വം സ്വീകരിച്ച മുസ്ലിമീങ്ങളാണ്. ആ മുസ്ലിമീങ്ങൾ ഖൈറുമ്മയാണ്, ലോക മുസ്ലിമീങ്ങളുടെ റോൾ മോഡലാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് ഹിജ്റ 3 നൂറ്റാണ്ടിന്റെ ശേഷം വന്ന 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾക്ക് ശേഷം വന്ന ഒരൊറ്റ പണ്ഡിതനും ഡയറക്റ്റായി ഗവേഷണത്തിന് വേണ്ടി പ്രമാണങ്ങളെ സമീപിച്ചില്ല. ഇന്നത്തെ കേരളത്തിലെ വഹാബികളും ജമാഅത്തെ ഇസ്ലാമിയുമൊക്കെ നിസ്കാരവും നോമ്പും തീരുമാനിക്കാൻ ബുഖാരിയുടെ ഹദീസ് എടുത്ത് മറിച്ചു നോക്കുമ്പോ ആ ബുഖാരി തന്നെ നിസ്കാരത്തിന്റെ ശൈലിയും രൂപവും പഠിച്ചത് തന്റെ മേശപ്പുറത്ത് സ്വഹീഹ് ബുഖാരിയിൽ നിന്നല്ല എന്ന തിരിച്ചറിവ് മുസ്ലിമീങ്ങൾ നേടിയെടുക്കേണ്ടതുണ്ട്. ഇമാം ബുഖാരി നിസ്കാരം പഠിച്ചത് ഷാഫി ഇമാമിൽ നിന്നാണ്. ഇമാം ബുഖാരി നോമ്പ് പഠിച്ചത് ഷാഫി ഇമാമിൽ നിന്നാണ്.
ഇമാം മുസ്ലിമും അതുപോലെയുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ ആരാധനകളെ പഠിക്കുകയും പിന്തുടരുകയും ചെയ്തത് 4 മദ്ഹബുകളിൽ നിന്നാണ്. ആ ഒരു ശൈലി തന്നെയായിരുന്നു മുസ്ലിമീങ്ങൾ സ്വീകരിച്ചു വന്നത്. ആ 4 മദ്ഹബിന്റെ വൈവിധ്യങ്ങളെ മാറോട് ചേർത്ത് പിടിച്ച് വൈരുദ്ധ്യങ്ങളാകുന്ന തർക്കങ്ങളിൽ നിന്നും കക്ഷിത്വങ്ങളിൽ നിന്നും സമുദായം രക്ഷപ്പെട്ടുപോയ കാലഘട്ടമായിരുന്നു അത്. പക്ഷേ സമുദായത്തിലേക്ക് കക്ഷിത്വം കൊണ്ടുവരാൻ ഈ സമുദായത്തിലേക്ക് രംഗപ്രവേശനം ചെയ്ത ആ മതയുക്തിവാദികൾ തഖ്ലീദിനെ നിരാകരിച്ച് ആ തഖ്ലീദിനെ നിഷേധിച്ചുകൊണ്ട് എല്ലാവരും ഡയറക്റ്റായി ഖുർആനിനെ സമീപിക്കണം എന്ന നിലപാടെടുത്തു. പിന്നെ വക്കം മൗലവിയിലുണ്ടായ നിലപാടെന്താണ്? ആധുനിക നാഗരികതയും ഇസ്ലാമും തമ്മിൽ സമരസപ്പെടുത്താനുള്ള അവരുടെ ശ്രമങ്ങൾ, അഥവാ പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ലോകത്ത് ആൾക്കനുസരിച്ച് കോലം കെട്ടുക, പടിഞ്ഞാറുകാർക്ക് വേണ്ടി പ്രമാണങ്ങളെ രൂപപ്പെടുത്തുക. അതായിരുന്നു റഷീദുൽ തന്റെ തഫ്സീറുൽ മനാറിൽ പറഞ്ഞത്. കേരളത്തിലെ വഹാബികളും മൗദൂദികളും അടക്കമുള്ള കക്ഷികൾ മാല മൗലിദിന്റെ വിരോധികളാണ്. എന്തുകൊണ്ടാണ് കേരളത്തിലെ മുജാഹിദുകൾ മാല വിരോധികളായത്? എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി മൗലിദിന്റെ വിരോധികളായത്? ആ മാലകളിലും മൗലിദുകളിലുമുള്ളത് അംബിയ ഔലിയാക്കളുടെ മുഅ്ജിസത്തും കറാമത്തുമാണ്. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽഭാഗമെന്നവർ. മഹീദി മാലയിലൂടെ നമ്മൾ പാടുന്നത് ജീലാനി തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത കറാമത്താണ്. ജാഅത്തിൽ ദഅവതിഹിൽ അശ്ജാറു സാജിദതൻ തംശി ഇലൈഹി അലാ സാഖിൻ ബിലാ ഖദമി. കാൽവിരലുകളില്ലാതെ കാൽപാദങ്ങളില്ലാതെ ഹബീബിന്റെ വിളിക്ക് വിധേയപ്പെട്ട് തന്റെ മുന്നിൽ വന്ന വിനീത വിധേയനായ ശിഷ്യൻ ഒരു വൃക്ഷമായിരുന്നു. ആ കഥ പറയുകയാണ് ബുർദയിലൂടെ. അതുകൊണ്ട് അവർ ബുർദയുടെ വിരോധികളായി. കാരണം അവർക്ക് മുഅ്ജിസത്ത് അരാജകത്വമാണ്. ഈ ഒരാശയം ലോകത്ത് കൊണ്ടുവന്നത് എന്തിനാണ്? അത് റഷീദ് റിളയുടെ സൃഷ്ടിയാണ്. ആ റഷീദ് റിള പറഞ്ഞത് തന്റെ തഫ്സീറുൽ മനാറിൽ രേഖപ്പെടുത്തിയത് അല്ലാഹു തആല പരിശുദ്ധമായ ഖുർആനിൽ കുറെ മുഅ്ജിസത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്, കുറെ കറാമത്തുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ മുഅ്ജിസത്തും കറാമത്തും അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ കുറച്ചുകൂടി യൂറോപ്യന്മാര് മുസ്ലിമാകുമായിരുന്നു എന്നെഴുതി വെച്ച മതയുക്തിവാദിയായിരുന്നു റഷീദ് റിള. ശബാബില് അബ്ദുസ്സലാം സുല്ലമി മറ്റൊരിടത്ത് എഴുതുകയാണ്, കേരളത്തിലെ വഹാബികൾ മഹാന്മാരുടെ ഇസ്തിഗാസയും തവസ്സുലും നിഷേധിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പ്രാർത്ഥനാ നിർവചനമുണ്ട്. അതിലേക്ക് ഞാൻ വിശദമായി പോകുന്നില്ല. കാണാത്തവരെ വിളിക്കലും കാര്യമറിയാതെ ഫലം നടക്കുമെന്ന് വിശ്വസിക്കലുമെന്ന് ഒറ്റവാക്കിൽ പറയുകയാണ്. ആ നിർവചനം പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവന്നത് ഈ റഷീദ് റിളയാണ്. എന്തായിരുന്നു അതിനയാളെ പ്രേരിപ്പിച്ചത്? മുഅ്ജിസത്ത് കറാമത്ത് വെട്ടിക്കളയണം. എന്തുകൊണ്ട്? അത് ഭൗതിക ജനതയ്ക്ക് ബോധ്യപ്പെടാത്ത കാര്യങ്ങളാണ്. കേരളത്തിലെ വഹാബികൾ പരീക്ഷിക്കുന്ന കുറെ പദ്ധതികൾ അങ്ങനെ തന്നെയാണ്. നമുക്കറിയാം, സ്ത്രീ സമത്വം എന്ന് പറയുന്ന ആശയം കേരളത്തിൽ പലപ്പോഴും ഒച്ചപ്പാട് സൃഷ്ടിക്കുന്ന ഒരാശയമാണ്. സ്ത്രീകളുടെ വിമോചനവുമായി ഇവിടെയുള്ള ഫെമിനിസ്റ്റുകളും അതുപോലെ പുരോഗമനവാദികളും രംഗപ്രവേശനം ചെയ്യുമ്പോൾ അതിനനുസരിച്ച് കോലം കെട്ടാൻ, കാലത്തിനനുസരിച്ച് കോലം കെട്ടാൻ ഇവിടെയുള്ള വക്കം മൗലവിയുടെ പിന്തലമുറക്കാർ തയ്യാറാവുകയാണ്. നമുക്കറിയാം, 10 കൊല്ലം മുമ്പ് കോഴിക്കോട് വെച്ച് മടവൂരി പെണ്ണുങ്ങള് ഒരു വനിതാ സമ്മേളനം നടത്തുകയാണ്. ആ വനിതാ സമ്മേളനത്തിൽ വെച്ച് അവരൊരു പ്രമേയം പാസാക്കി. എന്തായിരുന്നു ആ പ്രമേയം? കേരളത്തിലെ മുഴുവൻ പള്ളികളും പെണ്ണുങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്നാണ്. അവർക്ക് കയറാനുള്ള തൽക്കാല സംവിധാനം അവർ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നിരിക്കെ എന്തിനാണ് മറ്റു പള്ളികൾ തുറന്നു കിട്ടണമെന്ന് അവർ ആവശ്യപ്പെട്ടത്? തുറന്നു കിട്ടുമെന്ന പ്രതീക്ഷയുണ്ടായതുകൊണ്ടല്ല, കേരളത്തിലെ ചില ആളുകളുടെ കയ്യടി കിട്ടാനാണ്. നമ്മുടെ നാട്ടിൽ കുറെ ആളുകളുണ്ട്, ബുദ്ധിജീവികളെന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുകൾ. അവരെ അങ്ങാടി തെരഞ്ഞാൽ കാണൂല, വീടുകളിൽ തെരഞ്ഞാലും കാണൂല. നാട്ടിലെ ജനങ്ങളുമായി ഒരു പുലബന്ധവും അവർക്കുണ്ടാവുകയില്ല. ആരാണ് ആ ബുദ്ധിജീവികൾ? അവരെ കാണണമെങ്കിൽ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ചാനൽ തുറന്നു നോക്കണം. ആ ചാനലിലെ ഒഴിഞ്ഞ ബെഞ്ചുകളിലിരുന്ന് ഡയലോഗ് അടിക്കുന്ന എമ്മങ്കാരശ്ശേരിയെ പോലെയുള്ള അബ്ദുള്ളയെ പോലെയുള്ള അമീർ ജനമംഗലൂരിനെ പോലെയുള്ള കുറെ ബുദ്ധിനാട്യക്കാര് കേരളത്തിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അള്ളാന്റെ ഭൂമിയിൽ എന്തിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചാലും അവർ മറുപടി പറയാൻ റെഡിയാണ്. കാരണം മേപ്പുരയില്ലാത്തവന് തീപ്പൊരി പേടിക്കേണ്ടതില്ല.
അവർക്ക് സ്വന്തമായൊരു നിലപാടോ ആദർശമോ ചിന്തയോ ഇല്ലാത്തതുകൊണ്ട് ഏതിനെക്കുറിച്ചും അഭിപ്രായം പറയാൻ അവർ റെഡിയാണ്. അത്തരം ചർച്ചകളെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ചാനലിലെ മോഡറേറ്റർമാരുടെ ശാരീരിക ഭാഷ കണ്ടാ തോന്നിപ്പോകുന്നത് 200 കൊല്ലം സുപ്രീം കോടതിയിൽ കെട്ടിക്കിടന്ന ഒരു കേസ് ആ മോഡറേറ്ററുടെ കൈ കൊടുത്താൽ അരമണിക്കൂർ കൊണ്ട് തീരുമാനമാക്കി തരുമെന്ന ശാരീരിക ഭാഷയാണ് അവർ കൈമുതലാക്കിയിട്ടുള്ളത്. ഇത്തരം ചില കക്ഷികളുടെ കൈയടിക്ക് വേണ്ടി, അതുപോലെ കാലഘട്ടത്തിനനുസരിച്ച് ഇസ്ലാമിനെ കോലം കെട്ടിക്കാൻ വേണ്ടി സ്ത്രീ നിലപാടുകളിൽ അവർ വെള്ളം ചേർക്കുകയാണ്. അതിന്റെ ഭാഗമായിരുന്നു അവരത് പറഞ്ഞത്. പക്ഷേ ചിലപ്പോൾ അത് വെളുക്കാൻ തേച്ചത് പാണ്ടായി പോകാറുണ്ട്. അന്ന് ആ പ്രമേയം പാസാക്കിയപ്പോ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചർച്ച നടന്നപ്പോ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഹമീദ് ചേന്നമംഗലൂർ എഴുതിയൊരു ലേഖനമുണ്ട്. മാതൃഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഈ കക്ഷികളെയെല്ലാം തീറ്റിപ്പോറ്റുന്നത് അവരാണ്. കാലങ്ങളായി ഇസ്ലാമിനെയും അള്ളാഹുവിന്റെ ഹബീബിന്റെ സമുജ്ജലമായ സന്ദേശങ്ങളെയും വികൃതമാക്കാൻ കാത്തിരിക്കുകയായിരുന്നു മാതൃഭൂമി. അതിനുള്ള സന്ദർഭോചിതമായ ടെസ്റ്റ് ഡോസുകൾ അവർ സമുദായത്തിലേക്ക് തന്നു. അതിലൊന്നായിരുന്നു മഹാനായ കാന്തപുരം ഉസ്താദ് നടത്തിയ ഒരു പ്രസംഗം. സ്ത്രീ നിലപാടുകളുമായി ബന്ധപ്പെട്ട് വളരെ കൃത്യമായും സ്ത്രീ പക്ഷത്തു നിന്നുകൊണ്ടും AP ഉസ്താദ് നടത്തിയ ഒരു ആ പ്രസംഗത്തെ വക്രീകരിച്ചുകൊണ്ട് മലയാളികൾക്ക് മുമ്പിൽ മാതൃഭൂമി അവതരിപ്പിച്ചത് ഉസ്താദിനോടുള്ള വിരോധമായിരുന്നില്ല, ഉസ്താദിനോടുള്ള വ്യക്തിവിരോധത്തിന്റെ പേരിലായിരുന്നില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഒരു നിലപാട്, ആ നിലപാടിന്റെ പക്ഷത്തുറച്ചു നിൽക്കുന്ന ഒരു പണ്ഡിതൻ, ആ പണ്ഡിതന്റെ ശരീരത്തിലും നിലപാടിലും കൈവച്ചുകൊണ്ട് ആ ഹബീബിനെ കൈവച്ചാൽ എന്തായിരിക്കും സമുദായത്തിന്റെ വികാരമെന്നറിയാൻ മാതൃഭൂമി നടത്തിയ ടെസ്റ്റ് ഡോസായിരുന്നു അത്. പക്ഷേ പലർക്കും പലപ്പോഴും അങ്ങനെയാണ്. അത് AP അല്ലേ, അയാൾ തീരുമാനിക്കട്ടെ എന്ന് കരുതി മാതൃഭൂമിയുടെ ആ കുൽസിതമായ ശ്രമത്തെ തിരുത്താനോ പ്രതികരിക്കാനോ അന്ന് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ തയ്യാറാകാതിരുന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധിയിൽ തന്നെ കൈവക്കാൻ തങ്ങളുടെ ടെസ്റ്റ് ഡോസിൽ വിജയിച്ചിരിക്കുന്നു എന്ന് ബോധ്യം വന്നപ്പോൾ ആ ഹബീബിൽ തന്നെ കൈവക്കാൻ മാതൃഭൂമി തയ്യാറായതാണ്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, അന്ന് മാതൃഭൂമി ദിനപത്രത്തിൽ മടവൂരി പെണ്ണുങ്ങളുടെ പ്രമേയത്തെ ബന്ധപ്പെടുത്തി ചേന്നമംഗലൂർ എഴുതിയൊരു ലേഖനമുണ്ട്. മുസ്ലിം പെണ്ണുങ്ങൾക്ക് പള്ളി തുറന്നു കിട്ടണം. അയാൾ പറഞ്ഞു, മുസ്ലിം പെണ്ണുങ്ങൾക്ക് പള്ളി തുറന്നു കൊടുത്ത ഏത് സംഘടനയാ കേരളത്തിലുള്ളത്? കാന്തപുരം. അതേതായാലും സ്ത്രീ വിരുദ്ധൻ തന്നെ. നമുക്കുള്ളൊരു സന്തോഷം അതാണ്. കേരളത്തിൽ നമ്മളല്ലാത്തവരൊക്കെ പല നിലപാടുകളിലും ഒപ്പമാണ്. ഹക്കൊന്നും ബാത്തിലുകൾ കുറേയുമുണ്ട് എന്നതിന്റെ ഒരു അടയാളം. ബാത്തിലുകൾക്ക് സംഗമിക്കാനും ഒന്നിച്ചിരിക്കാനും ഒരുപാട് മേഖലകളുണ്ടാകാം. ഹക്കിനും ബാത്തിലിനും ഒന്നിച്ചിരിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം ഇല്ല എന്നതുകൊണ്ട് നമ്മളെപ്പോഴും വേറിട്ട് നിൽക്കുകയാണ്. ഇരിക്കട്ടെ, ആ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ചേന്നമംഗലൂർ പറഞ്ഞു, കാന്തപുരം സുന്നികൾ എന്തായാലും അങ്ങനെ തന്നെ. പക്ഷേ ഈ സ്ത്രീകളുടെ നിലപാടിന്റെ വിഷയത്തില് വഹാബികളുടെ പള്ളി നോക്കിയാൽ കാന്തപുരത്തിന്റെ പള്ളിയിൽ നിന്ന് ഏറെയൊന്നും വ്യത്യാസമില്ല. കാരണം കാന്തപുരത്തിന്റെ പള്ളിയുടെ ഉള്ളിലും പെണ്ണുങ്ങളില്ല. വഹാബികളുടെ ഒരു പള്ളിയുടെയും അകത്തെ പള്ളിയിൽ ഇന്നുവരെ പെണ്ണു കയറിയിട്ടില്ല. അവരെ ഇരുത്തുന്നത് ഹൗമങ്കരയിലെ താഴ്വരയിലാണ്. ഇനിയും ചേന്നമംഗലൂർ പറഞ്ഞു, കാന്തപുരത്തിന്റെ മിമ്പറയും മിഹ്റാബും പുരുഷ മേധാവിത്വമാണ്. അതിൽ നിന്ന് ഏറെ ദൂരമൊന്നുമല്ല ജമാഅത്തെ ഇസ്ലാമിയുടെയും വഹാബികളുടെയും മിമ്പറയും മിഹ്റാബും. അപ്ന സംവരണം കൊണ്ട് ഇവിടെ സമുദായ സ്ത്രീകളെ ഉദ്ധരിക്കാൻ നിൽക്കുന്ന സമൂഹത്തിൽ ഖതീബിച്ച ആണാകുമ്പോ മുക്രിച്ചെങ്കിലും ഒരു പെണ്ണാക്കി വെച്ച് ആ സമത്വത്തോട് കൂടെ നിൽക്കാൻ എന്തുകൊണ്ട് ജമാഅത്തും വഹാബിയും തയ്യാറാകുന്നില്ല എന്ന് ചോദിച്ചതിന്റെ അർത്ഥം മുസ്ലിമാകുകയാണെങ്കിൽ കാന്തപുരത്തെ പോലെയാവുക, അല്ലെങ്കിൽ യുക്തിവാദിയാകുകയാണെങ്കിൽ എന്നെ പോലെയാവുക എന്ന മെസ്സേജായിരുന്നു അന്ന് ചേന്നമംഗലൂർ കൊടുത്തത്. ഇരിക്കട്ടെ സുഹൃത്തുക്കളെ, റഷീദ് ഇരുവ അടക്കമുള്ള, അതുപോലെ മുഹമ്മദ് അബ്ദു അടക്കമുള്ള കക്ഷികൾ വക്കം മൗലവിയെ സ്വാധീനിച്ചപ്പോ വക്കം മൗലവിയിലുണ്ടായ ഒരു നിലപാട് കാലത്തിനനുസരിച്ച് ഇസ്ലാമിനെ കോലം കെട്ടിക്കണം എന്നതാണ്. അതിന്റെ ഒരു ഉദാഹരണമാണ് സ്ത്രീ വിഷയത്തിൽ ഇവിടെയുള്ള പുതിയ കക്ഷികൾ എടുക്കുന്ന നിലപാടിന് ഞാൻ സൂചിപ്പിച്ചത്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അങ്ങനെ കേരളത്തിലെ വഹാബികൾ അള്ളാഹുവിന്റെ ഖുർആനിലേക്ക് നമ്മൾ ബന്ധപ്പെടേണ്ട ചാനലുകളെ വെട്ടിമാറ്റി ഡയറക്റ്റായി വിശുദ്ധമായ ഖുർആനിനെ സമീപിച്ചവരാണ്. ഇന്ന് കേരളത്തിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്.
ആ ഗ്രൂപ്പുകളിൽ നിന്ന് ചള്ളിയും പൊള്ളിയൊക്കെ ഒഴിവാക്കി പ്രബലമായ ഗ്രൂപ്പുകളെ നമ്മൾ എടുത്താൽ, നമ്മളെയൊക്കെ കാലത്ത് അറിയപ്പെട്ടൊരു മുജാഹിദ് മൗലവിയായിരുന്നു ചേകന്നൂർ മൗലവി. ആ ചേകന്നൂർ മൗലവി ഖുർആനിലേക്ക് അടുത്തടുത്തടുത്ത് അവസാനം അദ്ദേഹം ഹദീസുകളെ പാടെ നിരാകരിക്കുകയാണ്. അവസാനം ചേകന്നൂരിന്റെ ജീവിതത്തിൽ ഹദീസ് ബാക്കിയായത് ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന തന്റെ സംഘടനയുടെ നാമത്തിൽ മാത്രമാണ് അയാൾ സുന്നത്ത് ബാക്കിയാക്കിയത്. വേറെ എവിടെയും ഒരു ഹദീസും ചേകന്നൂർ എടുത്തില്ല. എന്നാൽ കേരളത്തിലെ ചേകന്നൂരീസത്തിന്റെ തൊട്ടു താഴെയുള്ള അനുയായികളാണ് മടവൂരി മുജാഹിദുകൾ. ആ മടവൂരി മുജാഹിദുകളുടെ നിലപാട് 75% ഹദീസുകളും തള്ളണമെന്നാണ്. ഒരു 25% ഔദാര്യം കൊണ്ടവർ സ്വീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചേകന്നൂരികളെ പോലെയല്ല, ഒരു മാപ്പിളാരെ ചെറിയ അടയാളങ്ങളൊക്കെ മടവൂർ മുജാഹിദിൽ ബാക്കിയുണ്ട്. ചേകന്നൂർ മൗലവിക്ക് സുന്നത്ത് കർമ്മത്തിന് തന്നെ ഹദീസ് കിട്ടാത്തതുകൊണ്ട് മാപ്പിളാരുടെ അടിസ്ഥാന അടയാളം പോലും അയാൾ ഇല്ലാതെയാക്കി. മടവൂരികൾ അവിടെ എത്തിയില്ല. പക്ഷേ മടവൂർ മുജാഹിദിലെ വയസ്സെത്തിയ മൗലവിമാർ ഹദീസ് നിഷേധത്തിൽ സെഞ്ചുറി തികച്ച് ചേകന്നൂരിസത്തിലെത്താനുള്ള പടാപാടിലാണ്. അതിന്റെ ഭാഗമായി അടുത്ത കാലത്ത് അബ്ദുസ്സലാം സുല്ലമി എന്ന് പറയുന്ന മൗലവി നടത്തിയൊരു പ്രസംഗമുണ്ട്. അയാൾ പറഞ്ഞത്, മരിച്ചു ചെന്നാൽ അല്ലാഹു തആല അബൂദാവൂദ് അനുസരിച്ച് നീ ജീവിച്ചിരുന്നോ എന്ന് ചോദിക്കൂല, ബുഖാരി അനുസരിച്ച് ജീവിച്ചിരുന്നോ എന്ന് അല്ലാഹു തആല ചോദിക്കൂല. മരിച്ചു ചെന്നാൽ അല്ലാഹു തആല ചോദിക്കുക നീ ഖുർആൻ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടോ എന്നതാണ്. വിശുദ്ധമായ ഖുർആനിനെ അല്ലാഹുവിന്റെ ഹബീബിന്റെ വചനപ്പൊരുളുകളിലൂടെ സമീപിക്കുക എന്ന ശൈലിയെ വെട്ടിമാറ്റാൻ മൗലവി കൊണ്ടുവരുന്ന ഒരു അജണ്ടയാണത്. യഥാർത്ഥത്തിൽ മൗലവി പറഞ്ഞതിൽ ഒരു ശരിയുണ്ട്. അതെന്താണ്? മരിച്ചുപോയാൽ അല്ലാഹു തആല ചോദിക്കുന്നത് നസായിലെ ഹദീസുകൾ അനുസരിച്ച് ജീവിച്ചിട്ടുണ്ടോ എന്നതല്ല, മറിച്ച് സൂറത്തുൻ നിസായിൽ പറഞ്ഞതനുസരിച്ച് ജീവിച്ചിട്ടുണ്ടോ എന്ന് തന്നെയാണ്. പക്ഷേ അതിനൊക്കെ എന്ന് മറുപടി പറയണമെങ്കിൽ അൽ ബഖറക്കും സൂറത്തുൻ നിസായിനും ആൽ ഇംറാനിനും വിധേയപ്പെട്ട് ഞാൻ ജീവിച്ചിട്ടുണ്ടെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയണമെങ്കിൽ എന്താണ് ആ ഖുർആനിലെ ആശയങ്ങളെന്നറിയണം. ആ ആശയങ്ങൾ എന്താണെന്നറിയാൻ നമ്മുടെ മുമ്പിലുള്ള മാർഗം എന്താണ്? അറബിയും മലയാളവും ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഡിക്ഷണറികളല്ല, നമ്മുടെ താൽക്കാലികമായ ബുദ്ധി വെച്ചുകൊണ്ടുള്ള വിലയിരുത്തലുകളല്ല. ആ സൂറത്തുൻ നിസായിലെ ആശയങ്ങൾ അറിയാൻ നമ്മുടെ മുന്നിലുള്ള മാർഗം വഅൻസൽനാ ഇലൈക ദിക്ർ, നബിയെ അങ്ങയിലേക്ക് നമ്മൾ പരിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുകയാണ്. ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, സൂറത്തുൻ നിസായിലെ ആയത്തുകൾക്ക് അല്ലാഹു ഉദ്ദേശിച്ച അർത്ഥഫലങ്ങൾ എന്തെന്ന് തിരിച്ചറിവുണ്ടാകണമെങ്കിൽ ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം, അതേ നസായിലെ ഹദീസുകൾ പരിശോധിക്കേണ്ടതുണ്ട്, അബൂദാവൂദിലെ ഹദീസുകൾ പരിശോധിക്കേണ്ടതുണ്ട്, ബുഖാരിയിലെ ഹദീസുകൾ പരിശോധിക്കേണ്ടതുണ്ട്. ആ ഹദീസുകളിലൂടെയല്ലാതെ അല്ലാഹുവിന്റെ ഹബീബിലൂടെയല്ലാതെ സഹോദരന്മാരെ വിശുദ്ധമായ ഖുർആനിലേക്ക് എത്താൻ കഴിയില്ല. ഹുദൽ ലിൽ മുത്തഖീൻ, അത് ഹിദായത്തിന്റെ ട്രാൻസ്ഫോമറാണ്. ആ ട്രാൻസ്ഫോമറിൽ നിന്ന് ഹിദായത്ത് പ്രസരണം ചെയ്യുന്ന ചാനൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ചേകന്നൂർ മുജാഹിദിന്റെ തൊട്ടു താഴെയുള്ള അനിയന്മാരായ മടവൂരികൾ 25% ഹദീസുകൾ ഒഴിച്ച് 75 നിഷേധിച്ചവരാണ്. എന്നാൽ അതിന്റെ തൊട്ടു താഴെയുള്ള അനിയന്മാരാണ് ഇവിടെ പ്രസംഗിച്ച ചുഴലി അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അഭയം കണ്ടെത്തിയിട്ടുള്ള സംഘടനാ മുജാഹിദ്. അവരുടെ നിലപാട് പകുതി ഹദീസ് സ്വീകരിച്ച് പകുതി ഹദീസുകൾ തള്ളണം എന്നതാണ്. ഒരു അപ്പിന ശൈലിയാണ് സംഘടനാ മുജാഹിദ് സ്വീകരിച്ചത്. ആ ഒരു ശൈലിയുമായി സംഘടനാ മുജാഹിദ് മുന്നോട്ടു പോകുമ്പോഴാണ് സംഘടനാ മുജാഹിദിൽ നിന്ന് ഒരു ജിന്ന് മുജാഹിദ് പിറവിയെടുക്കുന്നത്. ആ ജിന്ന് മുജാഹിദ് പിറവിയെടുക്കാനുള്ള കാരണം എന്താണ്? ഒരു ശരാശരി ജിന്ന് മുജാഹിദിലെ ആളുകളൊക്കെ ചെറുപ്പക്കാരാണ്, പ്രസംഗം പഠിക്കുന്നവരാണ്. പണ്ടത്തെ പോലെയല്ല ഇന്ന് പ്രസംഗത്തിന് മേച്ചറുണ്ടാക്കുന്നത്. നമ്മളൊരു വിഷയം അങ്ങ് അടിച്ചു കൊടുത്താൽ കമ്പ്യൂട്ടർ നമുക്ക് ഹദീസുകൾ തരാൻ. കമ്പ്യൂട്ടറിൽ ഇപ്പത് മുജാഹിദ് പൂത്തിച്ച ഹദീസേതാ, മുജാഹിദ് മറിച്ച ഹദീസേതാ എന്ന തിരിച്ചറിവൊന്നും കമ്പ്യൂട്ടറിനില്ല. ഉള്ള ഹദീസുകൾ അങ്ങനെ തന്നെ മൗലവിമാരുടെ മുന്നിലെത്തി. പ്രസംഗത്തിന് മേറ്ററുണ്ടാക്കുന്ന യുവതുർക്കികൾ ഈ ഹദീസുകൾ മുഴുവനും കൊണ്ടുപോയി അവർ പ്രസംഗിക്കാൻ തുടങ്ങി.
അപ്പോഴാണ് സംഘടനാ മുജാഹിദിലെ സീനിയർ ആളുകൾ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയത്. ഹദീസുകൾ അങ്ങ് പറയാൻ തുടങ്ങിയാൽ സഹോദരന്മാരെ, മാപ്പള മുസ്ലിമീങ്ങളുടെ കോലം നമ്മിലേക്ക് തിരിച്ചു വരും. അങ്ങനെ ഹദീസുകളൊക്കെ പറയാൻ തുടങ്ങിയപ്പോഴാണ് സീനിയർ മുജാഹിദുകൾ പറഞ്ഞത്, കേൾക്കുന്ന ഹദീസുകൾ മുഴുവനും പറയാൻ പാടില്ല. ഹദീസുകളിലൂടെ എത്ര കണ്ട് നമ്മൾ ഖുർആനിനെ സമീപിക്കുന്നു, അത്ര കണ്ട് നമ്മൾ സുന്നത്തി ജമാഅത്തിലേക്ക് എത്തുകയാണ്. അതിന്റെ ഫലം നോക്കൂ നിങ്ങൾ. ഈ അടുത്ത് ജിന്ന മുജാഹിദ് ഇറക്കിയ ഒരു പ്രസിദ്ധീകരണമായ അവരുടെ അൽ-ഇസ്ലാഹി, ആ അൽ-ഇസ്ലാഹിൽ സഹോദരന്മാരെ അവരെഴുതുകയാണ്. എന്താണ് അവർ പറയുന്നത്? കണ്ണേറ്റവന് വേണ്ടി നുസ്ര ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചതായി സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഒരാൾക്ക് കണ്ണേറ് പറ്റിയാൽ, പണ്ട് വഹാബികൾക്ക് അത് തന്നെ ദഹിക്കാത്ത കേസാണ്. സിഹ്ർ പറ്റിയാൽ അതും അവർക്ക് അരോചകമാണ്. പക്ഷേ ഹദീസുകളിലേക്ക് കുറച്ചങ്ങ് ഇറങ്ങിച്ചെന്നപ്പോ നമ്മുടെ അരയിലെ ഏലസിനേക്കാളും തടിയും വണ്ണമുള്ള മുട്ടിക്കണ്ടങ്ങൾ ഏലസായി സ്വീകരിച്ച മുജാഹിദുകളെ നമ്മൾ കേരളത്തിൽ കാണുകയാണ്. സഹോദരങ്ങളെ, എന്താണ് നുസ്ര? എന്താണ് നുസ്ര എന്ന് ഈ മുജാഹിദുകൾ എഴുതുകയാണ്. പാത്രത്തിൽ എഴുതപ്പെട്ട ഖുർആൻ പിന്നീട് കഴുകാനും കുളിക്കാനും ഉപയോഗിക്കുന്ന പാത്രത്തിലേക്ക് ആ ഖുർആനിക ആയത്തുകൾ കഴുകി ആ വെള്ളം കുടിക്കാനോ അവയവങ്ങൾ കഴുകാനോ കുളിക്കാനോ ഉപയോഗിക്കണമെന്നാണ്. അഥവാ വിശുദ്ധമായ ഖുർആനിലെ ആയത്തുകൾ ഒരു പാത്രത്തിൽ എഴുതുക, ആ എഴുതിയ പാത്രം ശുദ്ധമായ വെള്ളത്തിൽ കഴുകുക, ആ കഴുകിയ വെള്ളം കുളിക്കാനോ കുടിക്കാനോ അവയവങ്ങൾ കഴുകാനോ ഉപയോഗിച്ചാൽ കണ്ണേറിൽ നിന്നും സിഹറിൽ നിന്നും രക്ഷ കിട്ടുമെന്ന് ഈ മൗലവിമാർ എഴുതി വെക്കുകയാണ്. അതിനാണ് നമ്മൾ പണ്ട് മുതലേ പറഞ്ഞു പോരുന്നത് പിഞ്ഞാണെയ്ത്ത് എന്നത്. പിഞ്ഞാണെഴുതി കുടിച്ചാൽ രോഗം മാറുമെന്ന് പറഞ്ഞപ്പോ വക്കം മൗലവിയിലൂടെ മുഹമ്മദ് അബ്ദുവിന്റെ മതൈത്യ ചിന്തയെ സ്വീകരിച്ച കേരളീയ വഹാബികൾ കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ കേരളത്തിന്റെ തെരുവുകളിൽ വിളിച്ചു പറഞ്ഞത് സിഹ്ർ തന്നെ ഇല്ല, കണ്ണേറ് തന്നെ ഇല്ല, എന്നാ പിന്നെ അങ്ങനത്തെ ചികിത്സയുമില്ല എന്നതാണ്. ഹദീസുകളിലേക്ക് ഒരു എത്തിനോട്ടം നടത്തിയപ്പോ വഹാബികൾ തുറന്നു പറയുന്നു, പിഞ്ഞാണെയ്ത്തുണ്ട്, സിഹറുണ്ട്, കണ്ണേറുണ്ട്, ഇങ്ങനെ ധാരാളം സംഗതികളുണ്ട്. ഒന്നുകൂടി ലേറ്റസ്റ്റ് ആയി കൊണ്ടുവന്നൊരാശയം സഹോദരന്മാരെ, പലപ്പോഴും വഹാബി നിക്കാഹുകളിലെ അവിടെ വെട്ടുകത്തി പ്രസംഗങ്ങൾ നടക്കുമ്പോ ജനങ്ങൾക്ക് ചെറിയ അലോസരമൊന്നുമല്ല ഉണ്ടാകാറ്. ഈ അടുത്ത് അൽ-ഇസ്ലാഹ് എഴുതിയത്, ഈ നിക്കാഹ് നടക്കുമ്പോ ആ നിക്കാഹിന്റെ മുന്നോടിയായി അവിടെയുള്ള മൗലവിമാർ നടത്തുന്ന വെട്ടുകത്തി പ്രസംഗങ്ങള് അത് അനിസ്ലാമികമാണ്, അത് ബിദ്അത്താണ്. അല്ലാഹുവിന്റെ ഹബീബ് 9-ലധികം കല്യാണം കഴിച്ചിട്ട് ഒരൊറ്റ നിക്കാഹിലും ഈ വെട്ടുകത്തി പ്രസംഗം ഉണ്ടായിട്ടില്ല. അതുപോലെ ആയിരക്കണക്കായ സ്വഹാബിമാര് നിക്കാഹും കല്യാണം 2-1-ലധികം കല്യാണം കഴിച്ചിട്ട് അവിടെയും ഇത്തരം പരിപാടി ഉണ്ടായിട്ടില്ല. അതുകൊണ്ടത് ബിദ്അത്താണ്. അത്തരം കല്യാണങ്ങളിൽ സഹകരിക്കരുത് എന്നാണ് ഇവർ എഴുതിവിടുന്നത്. എന്നിട്ടോ സഹോദരങ്ങളെ, ആ ലേഖനം വന്നപ്പോ അതിന് ശബാബ് മറുപടി കൊടുത്തു. എന്താണ് ശബാബ് മറുപടി കൊടുത്തത്? ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹിനോടനുബന്ധമായി നടത്തിയ ഒരു ഖുതുബയുണ്ട്. ആ ഖുതുബ എടുത്തുദ്ധരിച്ച് ശബാബുകാരൻ മറുപടി നൽകുകയാണ്. അങ്ങനെ മറുപടി നൽകിയപ്പോ അതിന് അൽ-ഇസ്ലാഹുകാരന്റെ മറുപടി, ഞങ്ങൾ ആ ഹദീസ് കാണാത്തത് കൊണ്ടല്ല, ആ ഹദീസ് ഇന്ന് നടക്കുന്ന വെട്ടുകത്തി പ്രസംഗങ്ങൾക്കുള്ള തെളിവല്ല, അത് ഖുതുബയുടെ മുമ്പ് പ്രത്യേകമായി നടത്തേണ്ട ഒരു ദിക്റാണ്. ആ ദിക്ർ അല്ലാഹുവിന്റെ ഹബീബ് ഏത് പദമുച്ചരിച്ചുകൊണ്ടാണോ നടത്തിയത് അങ്ങനെ നടത്താൻ പാടുള്ളൂ. അത് ഖുതുബ, അത് പ്രസംഗമല്ല, അത് നിർമ്മിതമായ പദങ്ങളിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് ഖുതുബക്ക് മുന്നോടിയായി ചൊല്ലിയ ദിക്റാണ് എന്ന നിലക്ക് ഈ മൗലവി മറുപടി കൊടുക്കുകയാണ്. ഏതാണ് ആ ഖുതുബ എന്നറിയോ? സുന്നികളുടെ നിക്കാഹിന്റെ ആമുഖത്തിന് നമ്മുടെ മുഅദ്ദിനുമാർ ചൊല്ലുന്ന ആ മഹത്തായ ഖുതുബയില്ലേ, ആ ഖുതുബയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ജിന്ന് മുജാഹിദുകൾ ഉദ്ഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ 2 ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. ഇക്കഴിഞ്ഞ 4 മാസത്തിന്റെ ഉള്ളില് 10ഓളം വരുന്ന വിഷയങ്ങൾ മുമ്പ് മാറ്റി
പറഞ്ഞ നൂറുകണക്കിന് വിഷയങ്ങളുടെ പുറമെ ഖുർആൻ, ആ ഖുർആനിനോട് നമ്മൾ സമീപിക്കേണ്ട രീതിയുണ്ട്. അത് അള്ളാഹുവിന്റെ ഹബീബാകുന്ന ചാനലിലൂടെയാണ്. ആ ഹബീബിലൂടെ കിട്ടിയ ആ ഹിദായത്ത് പിന്നീട് നമ്മൾ സ്വീകരിക്കേണ്ടത് മഹാന്മാരായ സ്വഹാബിമാരിലൂടെയാണ്. ഖുർആൻ ഹുദൽ ലിൽ മുത്തഖീൻ, അത് മുത്തഖീങ്ങൾക്ക് ഹിദായത്തിന്റെ കേന്ദ്രമാണ്. എന്നാൽ അസ്ഹാബി കന്നുജൂമി ഫബിഅയ്യി മുഖ്തദൈതും യഖ്തദൈതും, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, സ്വഹാബിമാർ, ആ സ്വഹാബിമാർ എന്റെ അനുയായികൾ, അവർ നക്ഷത്രതുല്യരാണ്. ആ നക്ഷത്രതുല്യരായ സ്വഹാബിമാർ, അവരെ ആരെ നിങ്ങൾ സ്വീകരിച്ചാലും നിങ്ങൾ ഹുദ സിദ്ധിച്ചവരാണ്, നിങ്ങൾ സന്മാർഗം സിദ്ധിച്ചവരാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകൾ അവർ സ്വഹാബിമാരാകുന്ന ചാനലിനെയും വഹാബികൾ തള്ളിക്കളയുകയാണ്. ഇത് മദ്ഹബുകളിൽ എന്ന പേരിൽ MT അബ്ദുറഹ്മാൻ മൗലവി വാഴക്കാട്ടുകാരൻ എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകം അയാൾ എഴുതിയത് ഖുത്ബ മലയാളീകരിക്കണം എന്ന് സ്ഥിരപ്പെടുത്താനാണ്. അതിനുവേണ്ടി ഒരുപാട് മതയുക്തിവാദ ചിന്തകളെയും ദുർന്യായങ്ങളെയും അതുപോലെ ദുർവ്യാഖ്യാനങ്ങളെയും നിരത്തി വെച്ചുകൊണ്ട് ആ ഖുത്ബ മലയാളത്തിലാക്കണമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച MT അബ്ദുറഹ്മാൻ മൗലവിയോട് അദ്ദേഹത്തിന്റെ മനസ്സാക്ഷി തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അത് അയാളുടെ മനസ്സാക്ഷി ചോദിക്കുന്ന ചോദ്യം അധികം പള്ളികൾ സ്വഹാബിച്ചില്ല. അത് അറബിയിൽ ഖുത്ബ ഉപദേശം ചെയ്തിരുന്നു സ്വഹാബികളെന്ന് നിർവാഹമില്ല. ചരിത്രങ്ങളും വസ്തുതകളും പാരമ്പര്യങ്ങളും അങ്ങനെയാണെങ്കിലും അത് സമ്മതിക്കാൻ നിർവാഹമില്ല. ഇനി മലയാളികളായ മുസ്ലിമീങ്ങളോട് സ്വഹാബികൾ അറബിയിൽ ഖുത്ബയോതിയിരുന്നു എന്ന് സ്ഥിരപ്പെട്ടാൽ തന്നെയും അത് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ ചെയ്യുന്നത് തെളിവല്ലാത്തതുപോലെ ആ സ്വഹാബിമാരെയും സ്വീകരിക്കേണ്ടതില്ല. ആ വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹിദായത്ത് ലഭ്യമായ ഹബീബിനെ വെട്ടിയവർ സ്വഹാബിമാരെ നിഷ്കരുണം വെട്ടിക്കളയുകയാണ്. അവിടെയെന്ന് മാത്രമല്ല സഹോദരന്മാരെ, ആ സ്വഹാബിമാരെ സ്വീകരിക്കരുത് എന്ന് മാത്രമല്ല, അൽമനാറിൽ ഇതാ വഹാബികൾ എഴുതി വെക്കുകയാണ്, ഇസ്ലാമിൽ ഇസ്രായേലി ആശയങ്ങളുണ്ട്, ജൂതന്മാരുടെ കെട്ടുകഥകൾ ഇസ്ലാമിലുണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടി അൽമനാറിൽ വന്ന ലേഖനമാണ്. ഈ ലേഖനത്തിൽ അയാൾ എഴുതുകയാണ്, അഹ്ലുൽ കിതാബിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവർ മുഖേനയാണ് ഈ ജൂത ആശയം ഇസ്ലാമിലേക്ക് വന്നത്. ആരായിരുന്നു അവർ? അബ്ദുല്ലാഹി ഇബ്നു സലാം എന്ന ആളുകൾ ജൂത കഥകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നു എന്നാണ് എഴുതിയത്. ഇസ്ലാമിൽ ഏറ്റവും കൂടുതൽ അതുപോലെ കാലത്ത് വിശുദ്ധമായ പള്ളി മിഹ്റാബ് ജൂതന്മാരുടെ കെട്ടുകഥ പഠിപ്പിക്കാൻ വേണ്ടി ദുരുപയോഗം ചെയ്തിരുന്നു. അതിനാ സ്വഹാബിമാർ അവസരം കൊടുത്തിരുന്നു എന്ന് ഇസ്ലാമിന്റെ അടിവേരറുക്കുന്ന നിലപാടുകൾ ഈ ലേഖനത്തിൽ അയാൾ എഴുതി വെക്കുകയാണ്. ആ ഖുർആനിന്റെ ഹിദായത്ത് ലഭ്യമായ ഈ രണ്ടാം ചാനലും വഹാബികൾ വെട്ടുകയാണ്. ഇനിയോ സുഹൃത്തുക്കളെ, മൂന്നാമത്തെ ചാനൽ ഖൈറു ഉമ്മയായ മദ്ഹബിന്റെ ഇമാമിയങ്ങളും അവരുടെ അനുയായികളുമാണ്. ആ അനുയായികളെയും ആ ഇമാമിയങ്ങളെയും തള്ളാൻ അവർ പറഞ്ഞൊരു ഒരു നിലപാടുണ്ട്. സ്വഹാബിമാർ ഇസ്ലാമിലേക്ക് ജൂതക്കഥ കൊണ്ടുവന്നു. ആ സ്വഹാബിമാര് കൊണ്ടുവന്ന ജൂതക്കഥ മുൻപിൻ നോക്കാതെ എന്തു ചെയ്തു? റിപ്പോർട്ടുകളുടെയും പ്രസ്താവനകളുടെയും പരമ്പരകളെക്കുറിച്ചും സത്യാസത്യങ്ങളെപ്പറ്റിയും വേണ്ടത്ര ചിന്തിക്കാതെ എന്തും സ്വീകരിക്കുകയും അവ ഗ്രന്ഥങ്ങളിൽ എഴുതിവിടുകയും ചെയ്തവരാണ് പൗരാണിക ഇമാം. ആ ചുടലി മൗലവിയുടെ പ്രസംഗത്തിൽ അധിക ഭാഗവും അയാൾ ഉപയോഗപ്പെടുത്തിയത് ഔലിയാക്കളെ നിസ്സാരപ്പെടുത്താനാണ്. സഹോദരന്മാരെ, ആ ഔലിയാക്കളെ നിസ്സാരപ്പെടുത്തുക എന്നത് മുജാഹിദ് പ്രസ്ഥാനം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. മഹാന്മാരായ ഔലിയാക്കളുടെ നേതാവായ ശൈഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹ്, ആ ജീലാനി തങ്ങളെക്കുറിച്ച് അൽമനാർ 1980 തന്നെ എഴുതി വെച്ചത്. മഹാനായ ജീലാനി തങ്ങള് ഇറാഖിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഇറാഖിലേക്ക് ലോകത്തുള്ള എല്ലാ വിദ്യാഭ്യാസവും വിജ്ഞാനവും ഒഴുകിയെത്തുന്ന കാലമാണ്. ആ കാലത്ത് ഇറാഖിൽ ജീവിച്ച ജീലാനി
തങ്ങള് അദ്വൈതവാദം, ശ്രീശങ്കരാചാര്യന്റെ അദ്വൈതവാദം, യാതൊന്നു കാണുവതു നാരായണ പ്രതിമ, യാതൊന്നു കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നു ചൊല്ലുവതു നാരായണമാത് എന്ന ശ്രീശങ്കരാചാര്യന്റെ അദ്വൈതവാദമായിരുന്നു ജീലാനി തങ്ങളിലുണ്ടായത് എന്ന് എഴുതി വെച്ചത് ഇവിടെയുള്ള വഹാബി പ്രസ്ഥാനത്തിന്റെ പ്രസിദ്ധീകരണമാണ്. മുഹീദ്ദീൻ വിഷയം ഇനി അങ്ങനെ അത് തെറ്റിദ്ധരിപ്പിച്ച് ശ്രീശങ്കരാചാര്യന്റെ അദ്വൈതവാദമുണ്ടെന്നൊഞ്ഞ് പൂർവീകരായ ഖൈർ ഉമ്മയെ മുഴുവനും നിരാകരിച്ച 4 മദ്ഹബിന്റെ ഇമാമീങ്ങളെയും പുറമെ ത്വരീഖത്തിന്റെ മശായിഖുമാരെയും നിന്ദിക്കുകയും കുഫ്രിയത്ത് ആരോപിക്കുകയും ചെയ്തവരാണ് വഹാബികൾ. ഈ 3 ചാനലിലൂടെ മുസ്ലിമീങ്ങളിലേക്ക് ലഭ്യമായ ഖുർആനിക ഹിദായത്ത് ലോകാന്ത്യം വരെ നിലനിൽക്കുന്നത് എവിടെയാണ്? മുസ്ലിമീങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചാനൽ, ലോകാന്ത്യം വരെ ഈ ഹിദായത്ത് പരിരക്ഷിക്കപ്പെടുന്ന ചാനൽ, അത് കഴിഞ്ഞ 14 നൂറ്റാണ്ടിലെ ഇസ്ലാമിക പാരമ്പര്യമാണ്. ഈ 3 ചാനലുകളെയും തള്ളിയ വഹാബികൾ ആ 14 നൂറ്റാണ്ടിന്റെ പാരമ്പര്യം തള്ളും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ കറുത്തപറമ്പിൽ കാലങ്ങളായി ഇസ്ലാമിന്റെ പൈതൃകമുള്ള മണ്ണിൽ ഒരു മുജാഹിദ് മൗലവി പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിന്നാൽ അയാളെ പ്രസംഗത്തിന്റെ ആകത്തുക ഇന്നലെ വരെ ഇവിടെ ജീവിച്ച മുസ്ലിമീങ്ങൾ, ഇന്നലെ വരെ മരിച്ചുപോയ മുസ്ലിമീങ്ങൾ ഒക്കെയും ഇസ്ലാമിന്റെ പുറത്താണ് എന്നതാണ്. കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലത്തെ പാരമ്പര്യവും തള്ളി. ഈ പാരമ്പര്യം തള്ളി ഇവിടെ കടന്നു വന്ന വഹാബികൾ ഡയറക്റ്റായി ഖുർആനിനെ സമീപിച്ചപ്പോ യുളില്ലു ബിഹി കസീറ, അവർ ഖുർആൻ കൊണ്ട് വഴികേടിലേക്ക് പോയവരാ. ജമാഅത്തെ ഇസ്ലാമിയുടെയും ആശയം വ്യത്യസ്തമല്ല. അതുകൊണ്ട് തന്നെ ഈ പിഴച്ച പ്രസ്ഥാനങ്ങൾക്കൊന്നും ആശയപരമായി നിലനിൽപ്പില്ല എന്നതാണ് വഹാബി ഗ്രൂപ്പുകളിലെ ഓരോ ഗ്രൂപ്പുകളും ഓരോരുത്തരായി മത്സരിച്ച് പഴയകാലത്ത് വലിച്ചെറിഞ്ഞതെല്ലാം തിരിച്ചെടുക്കാൻ വേണ്ടി വ്യഗ്രത കാട്ടുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടും വ്യത്യസ്തമല്ല. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിൽ വന്നത് മൻമോഹൻ സിംഗ് ഭരിക്കുന്ന, നരേന്ദ്രമോദി ഭരിക്കുന്ന ഇന്ത്യയിൽ സഹോദരന്മാരെ ഒരു മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇസ്ലാം എന്നത് അതിന്റെ ആത്യന്തിക ലക്ഷ്യം അധികാരമാണ്. ആ അധികാരത്തിലെത്താൻ ഈ സമുദായത്തിന് കഴിയാതെ അവൻ നിസ്കരിച്ചിട്ട് കാര്യമില്ല, ഷഹാദത്ത് കലിമ ചൊല്ലിയിട്ട് കാര്യമില്ല എന്ന് വാദിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. എങ്കിൽ ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത്, ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായം നമ്മളല്ലാത്തതുകൊണ്ട് ഒരു ഇസ്ലാമിക ഗവൺമെന്റ് ഇവിടെ സമാധാനപരമായി സ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പാണ്. അതിനുവേണ്ടി ജമാഅത്തെ ഇസ്ലാമി കണ്ടെത്തിയത് ഈ രാജ്യത്തൊരു വിപ്ലവം സാധ്യമാക്കണം. ആ വിപ്ലവത്തിനുള്ള കോപ്പുകൂട്ടലാണ്, സൈനിക പരിശീലനങ്ങളാണ്. നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരവും ഹജ്ജും അതുപോലെയുള്ള ആരാധനകളുമെന്ന് സഹോദരന്മാരെ മൗദൂദി വ്യാഖ്യാനിക്കുകയാണ്. ഏത് രാജ്യത്താ ജമാഅത്തെ ഇസ്ലാമി ആശയം കൊണ്ടുവന്നത്? 6 നൂറ്റാണ്ടിലേറെ കാലം ഇന്ത്യ മാറി മാറി ഭരിച്ച മുഗൾ രാജാക്കന്മാർ ഈ മണ്ണിനെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കാനുള്ള സർവ്വസന്നാഹങ്ങളും കയ്യിലുണ്ടായിരിക്കെ അതിന് സന്നദ്ധമാകാതിരുന്നത് മുസ്ലിമീങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം ഇസ്ലാമിക് രാഷ്ട്രമല്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇനിയും തീർന്നില്ല. എത്ര സുന്ദരമായ പൈതൃകമാണ് ഇന്ത്യയിലുള്ളത്. നമുക്കറിയാം, സാമൂതിരി എന്ന് പറയുന്ന മുസ്ലിം ഭരണാധികാരി, ആ ഭരണാധികാരിയുടെ രാഷ്ട്രാതിർത്തിയിലുള്ള കടൽ തീരത്ത് പോർച്ചുഗീസുകാരൻ നങ്കൂരമിടുമ്പോ പോർച്ചു പടയാളികൾ നങ്കൂരമിട്ട കടൽ തീരത്തേക്ക് ഇരച്ചു ചെന്നുകൊണ്ട് ആയിരങ്ങളോട് ധീരമായി പടപൊരുതി വീരമൃത്യു വരിച്ച കുഞ്ഞാലിമരക്കാർ, ആ കുഞ്ഞാലിമരക്കാര് പോർച്ചുഗീസുകാരോട് യുദ്ധം ചെയ്തത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ഭരണം സംരക്ഷിക്കാനല്ല, സിദ്ദീഖ് തങ്ങളുടെ നാട് സംരക്ഷിക്കാനല്ല, ഇസ്ലാമിക രാജ്യം സംരക്ഷിക്കാനല്ല. സാമൂതിരി എന്ന് പറയുന്ന ആ മുസ്ലിം രാജാവ് നേതൃത്വം കൊടുക്കുന്ന രാഷ്ട്രത്തെ കട്ടുമുടിക്കാമെന്ന് വൈദേശികൾക്കെതിരെ പൊരുതിയ കുഞ്ഞാലിമരക്കാരെ മുസ്ലിം ഉമ്മ വിളിക്കുന്ന നാമം ഷഹീദെന്നാണ്. ആ കുഞ്ഞാലിമരക്കാരുടെ നാമത്തിലേക്ക് നമ്മൾ ചേർത്തിവെക്കുന്നത് റളിയല്ലാഹു അൻഹു എന്ന പ്രാർത്ഥന വചനമാണ്. ആ ഒരു പാരമ്പര്യമുള്ള മണ്ണിൽ ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞത് ആ മുസ്ലിമീങ്ങൾ ഭരിക്കുന്ന രാജ്യത്ത് മുസ്ലിമായി നമുക്ക് ജീവിക്കാൻ കഴിയില്ല എന്നാണ്. പക്ഷേ ആ ജമാഅത്തെ ഇസ്ലാമിക്ക് നിലനിൽക്കാൻ കഴിഞ്ഞില്ല. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി
രാഷ്ട്രീയത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഓർ നോ പറയാൻ കഴിയില്ല. എന്നാൽ മതത്തിലാണോ എന്ന് ചോദിച്ചാൽ അതിനും മറുപടി കൃത്യമല്ല. കഴിഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനമൊക്കെ രൂപീകരിച്ച് വന്ന കാലത്ത് നമുക്ക് തോന്നിപ്പോയിരുന്നു കേരളത്തിലെ മുഖ്യ രാഷ്ട്രീയ പ്രസ്ഥാനം ജമാഅത്തെ ഇസ്ലാമിയാണെന്ന്. പക്ഷേ ഒരു പഞ്ചായത്ത് ഇലക്ഷനും ഒരു ലോക്സഭാ ഇലക്ഷനും വന്നപ്പോഴേക്ക് ജമാഅത്തെ ഇസ്ലാമിയുടെ കാറ്റുപോയി തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനോടോട് അത് വട്ടപൂജ്യമായിട്ടുണ്ട്. ഇപ്പോൾ നിയമസഭയിലേക്ക് ചക്രശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകതയാണ്. അത്തരം ചിന്തകൾക്ക് ഇസ്ലാമിൽ വേരോടാൻ കഴിയില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, 5 സമയങ്ങളിൽ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹുവിനോട് നമ്മൾ ഹിദായത്ത് ചോദിക്കുകയാണ്. ഇയ്യാക നഅ്ബുദു, നിന്നെ ഞാൻ ആരാധിക്കുന്നു, വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നാൽ അല്ലാഹുവേ, എന്റെ ആരാധനയും പ്രാർത്ഥനയും എനിക്ക് പകർത്താനും പിന്തുടരാനും എന്റെ മുന്നിലുള്ള ഒരു വഴിയുണ്ട്. ആ വഴി സിറാത്തുൽ മുസ്തഖീമാണ്. എന്നെ നീ ഹിദായത്തിന്റെ വഴിയിൽ ചേർത്തിത്തരണം, ഹിദായത്തിന്റെ പക്ഷത്തു നിലനിർത്തിത്തരണം എന്ന് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പറയുന്നത് ഏതാണ് ഹിദായത്തിന്റെ പക്ഷം? സിറാത്തുൽ ഖുർആനി വസുന്ന. അത് ഖുർആനിന്റെയും ഹദീസിന്റെയും പക്ഷമാണ് എന്നല്ല നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിൽ പറയുന്നത്. മറിച്ച് സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, എനിക്ക് കിട്ടേണ്ടത് ഹിദായത്തിന്റെ ട്രാൻസ്ഫോമർ അല്ല, എനിക്ക് കിട്ടേണ്ടത് ഹിദായത്തിന്റെ ചാനലാണ്. അതാ നമ്മൾ ഫാത്തിഹ സൂറയിൽ അല്ലാഹുവോട് ചോദിക്കുന്നത്. എനിക്ക് ഹിദായത്തിന്റെ പക്ഷം ചേരണം. ഏതാണ് ഞാൻ ചോദിക്കുന്ന ഹിദായത്ത്? ട്രാൻസ്ഫോമർ അല്ല. ആ ട്രാൻസ്ഫോമറിലേക്കല്ല ഞാൻ നിന്നോട് ചോദിക്കുന്നത്. ആ ട്രാൻസ്ഫോമറിൽ നിന്ന് ഹിദായത്ത് വെളിച്ചം നൽകുന്ന വഴിയ ഇടമാണ് ഞാൻ ചോദിക്കുന്നത്. അംബിയാ ഔലിയാക്കളെ വഴി, സ്വാലിഹീങ്ങളെ വഴി, ഇമാമീങ്ങളെ വഴി. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കറുത്ത പറമ്പിൽ ഇസ്ലാം വന്നത് മുതൽ ഇന്ന് വരെ നിലനിന്ന വഴി, ആ വഴിയിൽ നിന്നുള്ള ഹിദായത്ത് നൽകണമെന്നാണ്. നിങ്ങൾ നോക്ക്, ഇസ്ലാമിലെ പ്രധാനപ്പെട്ട 2 ഭാഗങ്ങൾ. ഒന്ന് ഇസ്ലാമിലെ ശരീഅത്താണ്. ആ ശരീഅത്ത് അല്ലാഹു തആല സംരക്ഷിച്ചത് 4 വീതം മദ്ഹബിന്റെ ഇമാമിങ്ങളിലൂടെയാണ്. ആ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഇസ്ലാമിന്റെ ശരീഅത്തായി പറഞ്ഞു വെച്ച കാര്യങ്ങൾ ഏതോ അത് മുസ്ലിമീങ്ങൾക്ക് ശരീഅത്താണ്. ആ 4 മദ്ഹബിന്റെ ഇമാമിങ്ങൾ പറഞ്ഞ മതവിധിക്കപ്പുറം ആരെന്തു പറഞ്ഞാലും അത് ഈ സമുദായത്തിന്റെ ചെവിക്കു പുറത്താണ്. എന്നാൽ ഈ സമുദായത്തിലെ പുത്തൻവാദികൾ ആ ഇമാമിങ്ങളെയും ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരെക്കാളും വിവരം നടിക്കുന്ന കക്ഷികളാണ്. എന്നാൽ അവർ ഇസ്ലാമിനെ വികലപ്പെടുത്തുകയാണ്. പുത്തൻവാദികൾ മദ്ഹബിന്റെ ഇമാമിങ്ങളെ തള്ളി ഇസ്ലാമിന്റെ ശരീഅത്ത് വികലമാക്കുന്നത് പോലെ കള്ളത്വരീഖത്തുകാർ ഇസ്ലാമിന്റെ ആത്മീയതയെ ഇതുപോലെ വികലമാക്കുന്നവരാണ്. 4 മദ്ഹബിന്റെ ഇമാമിങ്ങളിലൂടെ ഇസ്ലാമിന്റെ ശരീഅത്ത് അല്ലാഹു സംരക്ഷിച്ചതുപോലെ 4 ത്വരീഖത്തിന്റെ മശായിഖുമാരിലൂടെ അല്ലാഹു തആല ഇസ്ലാമിലെ ആത്മീയതയും സംരക്ഷിക്കുകയാണ്. എന്നാൽ പുത്തൻവാദികൾ മദ്ഹബിന്റെ ഇമാമിങ്ങളെ ഹൈജാക്ക് ചെയ്തതുപോലെ കള്ളത്വരീഖത്തുകാർ ത്വരീഖത്തിന്റെ മശായിഖുമാരെ ഹൈജാക്ക് ചെയ്യുകയാണ്. സഹോദരന്മാരെ, പലപ്പോഴും നമ്മളത് കാണുകയാണ്. ഈ അടുത്ത കാലത്ത് ലക്ഷദ്വീപിൽ പോയപ്പോ, ലക്ഷദ്വീപിലൊക്കെ ചെന്നാല് ത്വരീഖത്തും ഷെയ്ഖും ഇഷ്ടം പോലെയാണ്, മുരീദന്മാരെ കുറവുണ്ടാവുള്ളൂ. വാളെടുത്തോടൊക്കെ വെളിച്ചപ്പാടാണ്. ആ സ്ഥലത്ത് ഒരു 19 വയസ്സ് പ്രായമുള്ള സഹോദരൻ വന്നിട്ട് ഒരു വിഷമം പറഞ്ഞു. അയാളുടെ ഭാര്യ കൃത്യമായി ഔറാദും ദിക്റുകളും കൊണ്ടു നടന്ന പെണ്ണ് ഏതോ ഒരു ത്വരീഖത്തിൽ മെമ്പറാകുകയാണ്. അങ്ങനെ മെമ്പറായപ്പോ പിന്നീട് ആ പെണ്ണിന്റെ സ്വഭാവം, ആ പെണ്ണ് ഭർത്താവ് ഇശാ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ ഭാര്യ തസ്ബീഹ് മാലയും മറിച്ച് കട്ടിലിലാണ്. ആ സമയത്ത് ഭർത്താവ് ചോദിക്കുന്നു, പെണ്ണെ, നീ നിസ്കരിക്കുന്നില്ലേ? അവളുടെ മറുപടി, ഞാനിപ്പോൾ നിസ്കാരത്തിലാണ്. ഭർത്താവ് തിരുത്താൻ ശ്രമിക്കാൻ, മോളെ, ഇത്രയും കാലം നിസ്കരിച്ചത് നമ്മൾ ഇങ്ങനെയല്ലല്ലോ. അതിന് മറുപടി, ആ പെണ്ണിന്റെ മറുപടി എന്താണെന്ന് ചോദിച്ചാൽ ആ പെണ്ണ് പറയുന്നു, അതൊന്നും ഇങ്ങക്ക് മനസ്സിലാവൂല, അതൊന്നും ഇങ്ങക്ക് മനസ്സിലാവൂല. ഏത് പിഴച്ച കക്ഷികളും പറയുന്ന വർത്താനാണ്. അതൊന്നും ഇങ്ങക്ക് തിരിഞ്ഞിട്ടില്ല. ആ തിരിഞ്ഞിട്ടില്ല എന്നുള്ള വർത്താനോ എത്ര വലിയ ആലിമിനോടും ഇവൻ പറയാൻ. ഇന്നാളൊരു തബ്ലീഗ് ജമാഅത്ത് എന്നെ കണ്ടപ്പോ ചോദിച്ചു, പൊന്നാര ചങ്ങാതി, നീ ജമാഅത്ത് നിസ്കരിക്കാൻ അവന്റെ നിസ്കാരപ്പള്ളിയിൽ ബാക്കി ബോംബി പോണ്ട കാര്യമുണ്ടോ? ഓൻ പറഞ്ഞു, മൗലിയാരെ,
അതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവൂല. അത് മനസ്സിലാകണമെങ്കിൽ നമ്മളെ കൂടെ നാപ്പീസത്തെ ജമാഅത്തിന് പോരണം എന്നാണ്. നമ്മൾ 4ാം ക്ലാസ്സിൽ നിന്ന് സ്കൂൾ നിർത്തിയിട്ട് ജമാഅത്തിക്കരിച്ചാൻ പള്ളിയിൽ ദർസ് പോയ ആളാണ്. ആ കൊല്ലങ്ങളോളം ജമാഅത്തിക്കരിച്ചിട്ട് തിരിയാത്തൊരു ഫവായില് തബ്ലീഗ് ജമാഅത്തിന്റെ കൂടെ നാപ്പീസം പോയിട്ട് വേണം തിരിയാൻ. വിവരമുള്ളവർക്ക് വിവരമില്ല എന്ന വിവരക്കേടിൽ നിന്നാണ് ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിൽ ജഹാലത്ത് പറക്കുന്നത്, കള്ളത്വരീക്കത്ത് പറക്കുന്നത്, കുറ്റന്മാരും പറക്കുന്നത്. യഥാർത്ഥത്തിൽ ത്വരീക്കത്തെന്ന് പറഞ്ഞാൽ അത് സഹജീവി സ്നേഹമാണ്. ത്വരീക്കത്തെന്ന് പറഞ്ഞാൽ അത് ആർദ്രതയാണ്. ത്വരീക്കത്തെന്ന് പറഞ്ഞാൽ അത് കാരുണ്യമാണ്. ഞാൻ ഓർക്കുന്നു, ത്വരീക്കത്തിന്റെ മശായിഖുമാരിൽ പ്രധാനിയായ അഹ്മദുൽ കബീർ റിഫായി മഹാനവറുകളുടെ ചരിത്രമുണ്ട്. രാവിലെ കത്തിയെടുത്ത് മഹാനായ റിഫായി ശൈഖ് തങ്ങൾ കാട്ടിലേക്ക് പോകാൻ, ആരോഗ്യമുള്ള തങ്ങളവറുകൾ തന്റെ കൈകളെ കൊണ്ട് കാട്ടിൽ നിന്ന് വിറക് വെട്ടി ശേഖരിച്ച് ആ വിറക് കെട്ടുകൾ സ്വന്തം തലയിലേറ്റിയ ആ തങ്ങൾ തന്റെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ. എന്തിനാണ് റിഫായി ശൈഖ് തങ്ങൾ ഈ കാട്ടിൽ നിന്ന് വിറക് കെട്ടുകൾ സ്വീകരിക്കുന്നത്? സുഹൃത്തുക്കളെ, അത് തന്റെ നാട്ടിലെ ദുർബലന്മാരായ പെണ്ണുങ്ങളുണ്ട്, അടുക്കളയിൽ ജീവിക്കുന്ന സാധുക്കളായ വൃദ്ധകളായ പെണ്ണുങ്ങളുണ്ട്. കൈകളെ കൊണ്ട് കാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത് സ്വന്തം തലയിൽ ചുമന്നുകൊണ്ടുവന്ന വിറക് കെട്ടുകൾ ആ ദുർബലരായ സ്ത്രീകളുടെ അടുക്കളയിൽ വെച്ചുകൊടുത്ത് സഹജീവി സ്നേഹം ആത്മീയതയുടെ പക്ഷത്ത് ചേർത്തിവെച്ച മഹാനാണ് ശൈഖ് റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അന്ന് റിഫായി തങ്ങൾ കൊടുത്ത വിറക് കെട്ടാണ് ഇന്ന് SYS-കാരൻ കൊടുക്കുന്ന വീൽ ചെയർ. അന്ന് റിഫായി തങ്ങൾ കൊടുത്ത വിറക് കെട്ടാണ് ഇന്ന് SYS-കാരൻ കൊടുക്കുന്ന വാട്ടർ ബെഡുകൾ. അന്ന് റിഫായി തങ്ങൾ കൊടുത്ത വിറക് കെട്ടാണ് ഇന്ന് SYS-കാരന്റെ സാന്ത്വനം കിറ്റുകൾ. അന്ന് റിഫായി തങ്ങൾ കൊടുത്ത വിറക് കെട്ടാണ് ഇന്ന് SYS-കാരൻ കൊടുക്കുന്ന ദാറുൽ ഖൈറുകൾ. അതേ ത്വരീഖത്തെന്ന് പറഞ്ഞാൽ അത് സഹജീവി സ്നേഹമാണ്, അത് ആർദ്രതയാണ്, കണ്ണുനീരപ്പനാണ്. മഹാനായ അഹ്മദുൽ കബീർ റിഫായി മഹാനവറുകൾ അവരുടെ ചരിത്രമുണ്ട്. സമൂഹത്തിൽ ഒറ്റപ്പെട്ടുപോയ വേദന അനുഭവിക്കുന്ന രോഗികളെ, ആ രോഗികളുടെ അരികിൽ പ്രത്യേകിച്ച് കുഷ്ഠരോഗികളെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ 2 വേദന അനുഭവിക്കുകയാണ്. ഒന്ന് സമൂഹത്തിൽ നിന്നുണ്ടാകുന്ന തിരസ്കരിക്കപ്പെടൽ, 2 ശാരീരികമായുണ്ടാകുന്ന വേദനകൾ. ശൈഖ് അവറുകൾ സുഭിക്ഷമായ ഭക്ഷണം പാകം ചെയ്ത് ആ കുഷ്ഠരോഗികളുടെ മുന്നിൽ കൊണ്ടുപോയി വിളമ്പി വെച്ച് തങ്ങളുടെ വികൃതമായ കൈത്തലങ്ങൾ ആ ഭക്ഷണത്തെളികയിലേക്ക് നീട്ടുമ്പോ ആ കൈകളിലേക്ക് സ്വന്തം കൈകൾ ചേർത്തിവെച്ച് ഒരേ സമയത്ത് അവരുടെ ശരീരത്തിനും മനസ്സിനും സാന്ത്വനത്തിന്റെ കുളിര് പകരുന്ന ആ സാർദ്ധതയെ, ആ പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ ത്വരീഖത്തിലേക്ക് ചേർത്തിവെച്ച മഹാനാണ് ശൈഖ് അഹ്മദുൽ കബീർ റിഫായി. ഞാൻ ഓർക്കുന്നു, ഞങ്ങളെപ്പോലെയുള്ള ശിഷ്യന്മാർ മർക്കസിൽ പഠിക്കുമ്പോ പ്രത്യേക ചില സമയങ്ങളിൽ ഉസ്താദ് മർക്കസിലെ കേന്ദ്രങ്ങളിൽ സുഭിക്ഷമായ ഭക്ഷണത്തിന് ഓർഡറിടുകയാണ്. ആ ഭക്ഷണം പാകം ചെയ്ത് അതൊരു വാഹനത്തിലേക്ക് കയറ്റിവെച്ച് ആ വാഹനം മുസ്താർ കോളേജിന്റെ ചാരത്തുള്ള ഹോസ്പിറ്റലിലാണ്, കുഷ്ഠരോഗ ഹോസ്പിറ്റലിൽ അവർക്ക് വേണ്ട ഭക്ഷണം വിളമ്പി പുതപ്പ് നൽകി മരുന്ന് നൽകി ആ മനസ്സുകളിലേക്ക് ആർദ്രത കൈമാറുമ്പോ ഉണ്ടാകുന്ന ഒരു ആത്മീയ അനുഭൂതിയുണ്ട്. അതാണ് ത്വരീഖത്ത് പറയുന്നത്. അത് റിഫായി ത്വരീഖത്താണ്. ആ ത്വരീഖത്ത് സ്വീകരിച്ചവരാണ് കേരളത്തിലെ നൂറുകണക്കായ ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ SYS-ന്റെ യൂണിഫോം അണിഞ്ഞ് സ്വന്തം മക്കൾക്ക് അരി വാങ്ങാൻ വേണ്ടി അധ്വാനത്തിനിറങ്ങേണ്ട ദിനങ്ങൾ മാറ്റിവെച്ച് കേരളത്തിന്റെ നൂറുകണക്കായ ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ രോഗികൾക്ക് കൈത്താങ്ങ് നൽകാൻ കാത്തിരിക്കുന്ന SYS-ന്റെ സ്വാന്തനം വിളമ്പി ആ റിഫായി ത്വരീഖത്തിലെ മെമ്പർമാരാണ്. അതിന്റെ ഖലീഫ സുൽത്താനുൽ ഉലമ കാന്തപുരം അബൂബക്കർ മുസ്ലിയാറാണ്. സഹോദരന്മാരെ, ആത്മീയത എന്ന് പറഞ്ഞാൽ ആർദ്രതയാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ അത് സഹജീവി സ്നേഹമാണ്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ അത് വിട്ടുവീഴ്ചയാണ്. അദ്ദീനു അന്നസീഹ ഖാല റസൂലുള്ളാഹി. ആത്മീയത എന്ന് പറഞ്ഞാൽ ആക്ഷേപിച്ചവനും നന്നാകണമെന്ന ചിന്തയാണ്, അവഹേളിച്ചവനും നന്നാകണമെന്ന ചിന്തയാണ്, കുറ്റപ്പെടുത്തിയവനും നന്നായി കിട്ടണമെന്ന മനസ്സാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒരു ശരീഅത്തൊപ്പിച്ചു പോകാൻ ചിലപ്പോ നമ്മളൊക്കെ പ്രസംഗിച്ചാൽ 2 ലഫ്ളൊക്കെ ഏറിക്കൂടായില്ല.
എന്നാൽ ത്വരീഖത്തെന്ന് പറഞ്ഞാൽ എല്ലാ കടലാസും ക്ലിയറാക്കി പോകാനുള്ള സംഗതിയാണ്. നമ്മൾ പറയുന്നതിനേക്കാളേറെ തോന്നിവാസം ഒരു ത്വരീഖത്തുകാരന്റെ തൊള്ളയിൽ നിന്ന് പുറത്തു വരുന്നുവെങ്കിൽ അത് ത്വരീഖത്തല്ല, അത് പകരം വീട്ടലാണ്. അത് ത്വരീഖത്തല്ല, അത് പ്രതികാരം ചെയ്യലാണ്. അത് ത്വരീഖത്തല്ല, അത് വാശി തീർക്കലാണ്. ഇന്നത്തെ പല ത്വരീഖത്തുകളും കുറുക്കുവഴിയാണ്. മുമ്പൊരു ചങ്ങാതി മരിച്ചപ്പോ അയാളെ മയ്യത്ത് കബറിലേക്ക് വെക്കുമ്പോ കുയ്യന്റെ കയ്യിൽ നിന്ന് മയ്യത്ത് താഴെ വീണു. ഇത് കണ്ട മക്കള് ചങ്ങായി കേറിയിട്ടുമാണ് രണ്ട് കൊടുക്കാൻ വിചാരിച്ചു നിൽക്കുമ്പോ അയാള് അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു തന്ത്രം പയറ്റി. കബറും പുറത്ത് കേറിയ ഉടനെ കുയ്യം പറഞ്ഞു, മക്കളെ നിങ്ങളെ ബാപ്പാന്റെ ഭാഗ്യം ചില്ലറയല്ല. എന്താ അത്? അല്ല, ഒന്നുമല്ല, ഞാൻ നിങ്ങളെ ബാപ്പാനെ കബറിലേക്ക് വെക്കുമ്പോഴാണ് ബാപ്പ സ്വർഗത്തിലെ ഹൂരില്ലീങ്ങളാണ് കണ്ടത്. പിന്നെ ബക്കാൻ ഒഴിവ് കിട്ടിയിട്ടില്ല, ബാപ്പ കബറിക്കാണ് ചാടിയതാണ് എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ പല ത്വരീഖത്തുകളും സ്വർഗത്തിലേക്ക് ചാടാനുള്ള കുറുക്കുവഴികളാണ്. സഹോദരങ്ങളെ, ആ ആത്മീയത എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. അതേ മഹാനായ അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങള് വീട്ടിൽ നിന്ന് വാതിലടച്ച് പുറത്തുപോയതാണ്. തിരിച്ചു വരുമ്പോ അടച്ചു കിടക്കുന്ന വാതിൽ തുറക്കപ്പെട്ടതാ കണ്ടത്. മഹാനായ റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു വീട്ടിൽ കയറി നോക്കുമ്പോ അകത്ത് സൂക്ഷിച്ച തൊലിക്കാത്ത ഗോതമ്പ് കള്ളൻ ചാക്കിലാക്കുകയാണ്. കേട്ടപ്പോ കള്ളൻ ബേജാറാകുകയാണ്. മഹാനായ റിഫായി തങ്ങൾ പറഞ്ഞു, ബേജാറാകണ്ട മോനെ, ഇത് തൊലിക്കാത്ത ഗോതമ്പാണ്. ഈ ഗോതമ്പുമായി മോൻ പോയാൽ നാളെ നിനക്ക് തിന്നാൻ കൂടൂല. അതുകൊണ്ട് ഈ തൊലിച്ച ഗോതമ്പ്, ഈ ഗോതമ്പ് ഒഴിവാക്കി അടുക്കളയിലുണ്ട് പൊടിച്ചു പാകമാക്കിയ ഗോതമ്പ്, അത് കൊണ്ടുപോയിക്കോ എന്ന് കള്ളന്റെ മനസ്സറിഞ്ഞ് അവനോട് ഗുണകാംക്ഷ കാട്ടിയ അഹ്മദുൽ കബീർ റിഫായി. ഇന്നത്തെ പല ത്വരീഖത്തുകാർക്കും കള്ളനെ കിട്ടണമെന്നില്ല. മര്യാദയ്ക്കൊരു മൂല്യരെ കിട്ടിയാൽ പോലും വെറുതെ വിടാത്ത കാലമാണ്. സുഹൃത്തുക്കളെ, മഹാനായ റിഫായി ശൈഖ് തങ്ങള് കള്ളനോട് ഗുണകാംക്ഷ കാട്ടാൻ ഓനും നന്നാകണം. മറ്റൊരിക്കെ റിഫായി ശൈഖ് തങ്ങളുടെ ദർസിലെ പശുവിനെ കക്കാൻ കള്ളം വരാൻ. ആ കക്കാൻ വന്ന കള്ളനെ കണ്ടപ്പോ റിഫായി തങ്ങളാണ് ബേജാറായത്. അവിടെ നിന്ന് ചിന്തിച്ചത് എന്താണ്? പഠിച്ചോനെ, ഇങ്ങനെ കട്ടാൽ ഇവൻ ഈ പൊതുസമ്പത്ത് കട്ടാൽ ഓന്റെ കബറിൽ ശിക്ഷ കിട്ടൂലേ, ഓന്റെ ആഖിറം കേടുവരൂലേ? ഈ ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില മുഖങ്ങളുണ്ട്. മഹാനായ റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ്, ആരെങ്കിലും സുലൈമാൻ ഉസ്താദിനെ ആക്ഷേപിച്ചു എന്ന വിവരം ചെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ കാന്തപുരം ഉസ്താദിനെ തെറി പറഞ്ഞു എന്ന വിവരം ചെന്ന് പറഞ്ഞാൽ അവർ ബേജാറാകുവാൻ. പഠിച്ചോനെ, മുഅ്മിനീങ്ങൾ ഗീബത്ത് പറഞ്ഞാൽ, നമീമത്ത് പറഞ്ഞാൽ അവർക്ക് ആഖിറത്തിൽ അപകടമില്ലേ? തന്റെ ആക്ഷേപകന്റെ ആക്ഷേപങ്ങളിൽ മനം നൊന്തുകൊണ്ട് വേദനിക്കാതെ ആ ആക്ഷേപകനായ മുസ്ലിമിന്റെ ആഖിറം എന്താകുമെന്ന് ചിന്തിച്ച് വ്യാകുലപ്പെടുന്ന വിശാല മനസ്സ്, അതാണ് ആത്മീയത എന്ന് പറയുന്നത്. അദ്ദീനു അന്നസീഹ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, ആ പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിന്റെ പരിശുദ്ധമായ പ്രമാണങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാൻ, അത് മാറോട് ചേർത്ത് വെക്കാൻ, അത് സ്വീകരിക്കാൻ, സത്യമായ വഴിയിൽ നമുക്ക് എത്തിച്ചേരാൻ നമ്മുടെ മുന്നിലുള്ള മാർഗം പരിശുദ്ധമായ ഖുർആനിനെ സ്വഹാബിമാരിലൂടെ, ഇമാമുമാരിലൂടെ, അതുപോലെ കഴിഞ്ഞ 14 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യത്തിലൂടെ വിശുദ്ധമായ ഖുർആനിനെ സമീപിച്ച് ഹിദായത്തിന്റെ വഴിയിലെത്തുക എന്നതാണ്. ആ ഹിദായത്തിന്റെ വഴിയിൽ നിന്ന് വ്യതിചലിച്ചു പോയാൽ അലം തറ കൈഫ ദറബല്ലാഹു മസല കലിമത്തൻ തയ്യിബ, ഇതിന്റെ അടിയുറച്ച വിശ്വാസത്തിന്റെ അടയാളം, ഉദാഹരണം ഖുർആൻ വിശദീകരിക്കുകയാണ്. കശജറത്തിൻ തയ്യിബ, അതൊരു നല്ല വൃക്ഷത്തെ പോലെയാണ്. അസ്ലുഹാ സാബിത്, അതിന്റെ അടിവേരുറച്ചു പോയതാണ്. എന്നാൽ അതിന്റെ ശിഖിരങ്ങൾ വാനലോകത്ത് പടർന്നു പന്തലിച്ചതാണ്. ആരുടെ മുന്നിലും എന്ത് ആരോപണങ്ങളെയും എന്ത് ആദർശപരമായ ചോദ്യങ്ങളെയും പ്രതിരോധിച്ച് കാലഘട്ടത്തിന്റെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന പ്രത്യാശാസ്ത്രമാണ് യഥാർത്ഥ വിശ്വാസം എന്ന് പറയുന്നത്. അത് മുഖ്യധാരാ മുസ്ലിമീങ്ങളുടെ നിലപാടുകളാണ്. എന്നാൽ യഥാർത്ഥ വിശ്വാസമല്ല
ല്ലാത്തതിന്റെ ഉദാഹരണം കശജറത്തിൻ ഖബീസ, അത് ചീത്ത വൃക്ഷത്തെ പോലെയാണ്. നല്ല വൃക്ഷം ജനങ്ങൾക്ക് നന്മ നൽകുമ്പോൾ ഈ ചീത്ത വൃക്ഷം ജനങ്ങൾക്കിടയിൽ കലഹം തരുകയാണ്, കലാപം തരുകയാണ്, കക്ഷിത്വങ്ങൾ തരുകയാണ്, നിർമ്മാണതയ്ക്കു പകരം സംഹാരം പകരം തരുകയാണ്. എന്നാൽ അതിന്റെ വേരുകൾ അടിയിലേക്ക് ഉറച്ചുപോയിട്ടില്ല. പ്രതലങ്ങളിൽ ഇടമഴക്ക് ുന്ന ചെടികളെ പോലെ അത് ഭൂമിയുടെ മുകളിൽ പടർന്നു കിടക്കുകയാണ്. അതിനൊരിക്കലും സ്ഥിരത കിട്ടുകയില്ല, അതിനൊരിക്കലും ഉറപ്പ് കിട്ടുകയില്ല. അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാമിന്റെ അടിത്തറ അള്ള ആദരിച്ചതിനെ ആദരിക്കലാണ്, അള്ള ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ്. അനാർമായ തർക്കങ്ങൾ വെക്കരുത്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കിടാങ്ങള് കർബലയിലേക്ക് പോവുകയാണ്. എന്തിനവിടെ നിർബലിക്കുന്നത്? അവിടെയുള്ള ഭരണകൂട ഭീകരതയിൽ വേദനിച്ചുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ സമ്മർദ്ദങ്ങൾ താങ്കൾ പോകുന്ന ആ പട്ടിണിക്കാർക്ക് നേരത്തെ ഭക്ഷണം തരണമെന്ന് ആ മുതലാളിയുടെ വീടുള്ളാന്റെ പേരക്കിടാങ്ങൾ പറയുമ്പോ, സഹോദരന്മാരെ, ആ മുതലാളിയായ മനുഷ്യന്റെ മറുപടി, നിങ്ങൾ റസൂലുള്ളാന്റെ പേരക്കിടാങ്ങളാണ് പറഞ്ഞു വന്നവരാണ് എങ്കിൽ റസൂലുള്ളാന്റെ പേരക്കുട്ടികളാണെന്ന് തെളിയിക്കുന്ന വല്ല രേഖകളും നിങ്ങളെ കയ്യിലുണ്ടോ? വല്ല തെളിവുകളും നിങ്ങളെ കയ്യിലുണ്ടോ? ആ മുതലാളിയായ മനുഷ്യനാ മക്കളോട് ചോദിക്കുമ്പോൾ ആ മക്കള് പറഞ്ഞു, ഞങ്ങള് ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി ഉടുതുണിക്ക് മറുതുണിയില്ല, ഞങ്ങൾ റസൂലുള്ളാന്റെ മക്കളാണെന്നതിന് ഒരു തെളിവും ഞങ്ങൾ കയ്യിൽ സൂക്ഷിച്ചിട്ടില്ല. ആ സമയത്ത് ആ മുതലാളി തന്റെ വീട്ടിൽ നിന്ന് ആ മക്കളെ പടിയിറക്കി വിടാണ്. അങ്ങനെ ഒരുപാട് ആളുകൾ തങ്ങളാ മൂല്യരാന്ന് പറഞ്ഞു വരാറുണ്ട്, അവരെ ഒന്നും സ്വീകരിക്കാൻ എനിക്കാവില്ല എന്നും പറഞ്ഞ മക്കളെ പടിയിറക്കി വിടുന്നു. ആ മക്കൾ യാത്ര ചെയ്ത് അവസാനം ഒരു ജൂതനായ മനുഷ്യന്റെ വീട്ടിലെത്തുകയാണ്. വാതിൽ മുട്ടുന്നു, പുറത്താള് വരുന്നു, ഞങ്ങൾ റസൂലുള്ളാന്റെ മക്കളാന്ന് പറയുമ്പോ ആ ജൂതൻ പറഞ്ഞ മറുപടി, ഓ മുഹമ്മദ് നബി, അവിടുന്ന് വലിയ ദയാലുവാണ്, അവിടുന്ന് വലിയ കാരുണ്യവാനാണ്. അതുകൊണ്ട് ആ ഹബീബിന്റെ, ആ നേതാവിന്റെ മക്കള് പട്ടിണിയാകാൻ പാടില്ല, ഭക്ഷണമില്ലാതെ വിഷമിക്കാൻ പാടില്ല. അതുകൊണ്ട് വീട്ടിലേക്ക് കയറാ, ഭാര്യയോട് ഭക്ഷണം കൊടുക്കാൻ പറയാണ്. അങ്ങനെ ഭാര്യ ഭക്ഷണം കൊടുത്ത് ആ മക്കളെ വീട്ടിലിറക്കുകയാണ്. അന്ന് അർദ്ധരാത്രിയാകുമ്പോ നേരത്തെ ആച്ച് മക്കളെ പടിയിറക്കി വിട്ട മുതലാളി അർദ്ധരാത്രി വീടിന്റെ അകത്തളത്തിലൂടെ അട്ടഹസിച്ചോടുകയാണ്. ഭാര്യ ചോദിച്ചു, നിങ്ങൾക്ക് എന്ത് പറ്റിയതാണ്? ആ പെണ്ണ് പറയുന്നു, എന്റെ ദുന്യാവ് എന്റെ ആഖിറം ഖറാബായിപ്പോ. ഞാനൊരു സ്വപ്നം കണ്ടതാണ്. മഹ്ശറയിൽ ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ എന്റെ ചുറ്റുഭാഗത്തും മുസ്ലിമീങ്ങളുണ്ട്. ആ മുസ്ലിമീങ്ങൾക്കിടയിൽ ഞാൻ നിൽക്കുന്ന സമയത്ത് എന്റെ തൊട്ടടുത്തുള്ള മുസ്ലിമീങ്ങൾ പെട്ടെന്ന് എവിടേക്കോ ഓടുകയാണ്. ഞാൻ ചോദിച്ചു, നിങ്ങൾ എവിടെ പോവുകയാണ്? അവർ പറഞ്ഞു, സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടിരിക്കുന്ന സകല മുസ്ലിമീങ്ങളെയും സ്വർഗത്തിലേക്ക് വിളിച്ചിരിക്കുന്ന ഈ വിവരം അങ്ങ് കേൾക്കുമ്പോ എന്റെ അരികിലുള്ള മുസ്ലിമീങ്ങൾ ഓടുന്നവരെ സ്വർഗം പ്രതീക്ഷിച്ച് ഞാനും ഓടുകയാണ്. അങ്ങനെ ഓടിയോടി ഞാൻ സ്വർഗത്തിന്റെ വാതിലെത്തുമ്പോ എന്റെ കൂടെയുള്ള മുസ്ലിമീങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമ്പോ എന്നെ സ്വർഗത്തിന്റെ കവാടത്തിൽ വെച്ച് മലക്ക് തടയുകയാണ്. ആ മലക്കെന്നെ തടയുമ്പോ ഞാൻ മുസ്ലിമാണ്, എനിക്ക് സ്വർഗത്തിൽ കിടക്കണമെന്ന് പറഞ്ഞപ്പോ ആ
മലക്കനോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരമക്കളെ ഒരു നേരത്തെ ഭക്ഷണം തേടി നിന്റെ വീട്ടുമുറ്റത്തെത്തിയപ്പോ തെളിവും ചോദിച്ചു, രേഖയും ചോദിച്ചു, സനതും ചോദിച്ചു. ആ മക്കളെ പടിയിറക്കി വിട്ട മനുഷ്യ, നിങ്ങൾ മുസ്ലിമാണെന്നും പറഞ്ഞ് സ്വർഗത്തിലേക്ക് വന്നതാണല്ലോ, എങ്കിൽ മുസ്ലിമാണെന്നതിന്റെ സനത്, ആ സനത് കയ്യിത്തരോ, ആ സനത് കാട്ടിത്തരോ എന്ന് ആ മുതലാളിയോട് മലക്കങ്ങ് ചോദിക്കുമ്പോൾ അയാൾ ഉറക്കിൽ നിന്നുണർന്നതാണ്. ഈ സംഭവം തന്റെ ഭാര്യയോട് പറയുന്ന സമയത്ത് ഭാര്യ പറയുന്നു, നിങ്ങൾ ആ മക്കളെ കൊണ്ടുവരണോ, അവരെവിടെയാണെന്ന് അന്വേഷിക്കണോ, അവരെയും കൊണ്ട് വീട്ടിലേക്ക് വരണമെന്ന് പറയുമ്പോ അർദ്ധരാത്രി ആ മുതലാളി വീട്ടിൽ നിന്നിറങ്ങുകയാണ്. പരിസരത്തെ വീടുകളൊക്കെ പരിശോധിച്ചു ഒരു ജൂതനായ മനുഷ്യന്റെ വീട്ടിലെത്തുന്നു. അവിടെ ആ മക്കളുണ്ടെന്ന് ചോദിക്കുകയാണ്. ആ മക്കളെ എന്റെ കൂടെ വിട്ടുതരണം, ആ മക്കളെ എന്റെ കൂടെ പറഞ്ഞയച്ചു തരണം. ഇത് പറയുമ്പോൾ ആ ജൂതൻ പറഞ്ഞു, ആ മക്കളെ ഞാൻ ഒരിക്കലും വിട്ടുതരില്ല, ആ മക്കളെ നിന്റെ കൂടെ പറഞ്ഞയില്ല. ആ സമയത്ത് ജൂതനോട് മുതലാളി പറയുന്നു, എന്റെ കയ്യിൽ 10,000 ദിർഹമുണ്ട്, ആ ദിർഹം തന്നാൽ ഈ മക്കളെ എന്റെ കൂടെ വിട്ടുതരുമോ? ആ സമയത്ത് ജൂതന്റെ മറുപടി എന്താണ്, നിന്റെ കയ്യിലുള്ള 10,000 ദിർഹമിന് പകരം ഞാൻ എന്റെ സ്വർഗം വിൽക്കുന്നതല്ല, നിന്റെ കയ്യിലുള്ള ദിർഹമിന് പകരം ഞാൻ എന്റെ സ്വർഗം നഷ്ടപ്പെടുത്തുന്നതല്ല. ഇന്നലെ രാത്രി സ്വർഗത്തിന്റെ കവാടത്തിൽ മലക്കുകൾ തടയുന്ന രംഗ നീ സ്വപ്നത്തിൽ കാണുമ്പോ അതേ സമയത്ത് ഞാൻ കണ്ട സ്വപ്നമുണ്ട്. നീ സ്വർഗത്തിന്റെ കവാടത്തിൽ തടയപ്പെട്ടു നിൽക്കുമ്പോ നിന്റെ മുന്നിലൂടെ പ്രയാസങ്ങളില്ലാതെ സ്വർഗത്തിലേക്ക് കടക്കുന്ന രംഗ ഞാൻ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ട്. ആ സ്വർഗം നിന്റെ 10,000 പകരം ഞാൻ നഷ്ടപ്പെടുത്തൂല്ല. സഹോദരങ്ങളെ, ആ ജൂതന്റെ വീട്ടിലേക്ക് ആ മക്കളെ ഒന്ന് പൊരുത്തപ്പെടിക്കാൻ വേണ്ടി മുതലാളി കയറുമ്പോ ആ മുതലാളി കാണുന്ന രംഗമെന്നാണ്, സഹോദരങ്ങളെ, ആ ജൂതന്റെ ഭാര്യ ശുക്രിന്റെ സുജൂദിലാണ്. ആ 2 ആളുകളും, ആ ഭാര്യയും ഭർത്താവും അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരക്കിടാങ്ങളെ ബഹുമാനിച്ചതിന്റെ പേരിൽ അല്ലാഹ് ഹിദായത്ത് നൽകിയതാണ്. അല്ലാഹ് ആദരിച്ചതിനെ ആദരിക്കലാണ് ദീന്, അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കലാണ് ദീന്. ഹജറുൽ അസ്വദ് കല്ലാണ്, ആ കല്ലിനെ നമ്മൾ ബഹുമാനിക്കുന്നത് അല്ലാഹ് ആദരിച്ചതുകൊണ്ടാണ്. കഅബാലയം കേവലം ചില കെട്ടിടമാണ്, ആ കെട്ടിടത്തെ വലയം ചെയ്യുന്നത് ഒരു പക്ഷേ ഗുരുവായൂർ പ്രദക്ഷിണത്തിന് ഭാഗ്യമായ സാദൃശ്യമുണ്ടാവാം. പക്ഷേ കഅബാലയത്തെ ബഹുമാനിക്കുന്നത് അല്ലാഹ് ആവശ്യപ്പെട്ടതുകൊണ്ടാണ്, അത് അല്ലാഹുക്കുള്ള ആരാധനയാണ്. എന്നാൽ ഗുരുവായൂർ അമ്പലം പ്രദക്ഷിണം ചെയ്താൽ ഇസ്ലാമിക ദൃഷ്ടിയാത് ശിർക്കാണ്, അല്ലാഹ് കൽപ്പിക്കാത്തതും വിരോധിച്ചതുമാണ്. ഈ ആദരവാണ് ഇസ്ലാമിന്റെ അടിത്തറ. ആ അടിത്തറ സ്വീകരിച്ച വഴിയാണ് സുന്നത്തിയമായിട്ട് ആ വഴിയിലൂടെ ജീവിച്ച് ആഖിബത്ത് നന്നായി മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. മഹാനായ സഅദി ഉസ്താദ് ദ്വാരക്കുകയും ആവശ്യമായ ഉപദേശം നൽകുകയും ചെയ്യും. അസ്സലാമു